Former President Donald Trump is projected to be the next president. Donald Trump will be the 47th president of the United States, winning. ഡൊണാൾഡ് ട്രംപോ കമല ഹാരിസോ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ ഡൊണാൾഡ് ട്രംപാണ് മുന്നിൽ. It is now official. CNN projects that Donald Trump has been elected president, defeating Vice President Kamala Harris. Hey, look what happened. Is this crazy? This is where we stood coming into the night. Donald Trump wants to scrap it. He wants to exclude the children of illegal immigrants. He does not want them to give. ഡൊണാൾഡ് ട്രംപ് ആരാണെന്നും എന്താണെന്നും അറിയാതെ ഇനി ലോകത്തിന് മുന്നോട്ട് പോകാനാവില്ല. മുടിവെട്ടുന്ന ബാർബർ ജോലിക്കായി ജർമ്മനിയിൽ നിന്നും കുടിയേറി പിന്നീട് വേശ്യാലയങ്ങളുടെ നടത്തിപ്പുകാരനായ ഒരു അപ്പൂപ്പന്റെ കൊച്ചുമകൻ അമേരിക്കൻ പ്രസിഡന്റായതിന്റെ വൈരുദ്ധ്യം മാത്രം കൊണ്ടല്ല അത്. വേറെയും കാരണങ്ങളുണ്ട്. അമേരിക്ക മാത്രം ഭരിക്കാനല്ല രണ്ടാം വട്ടവും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരിക്കുന്നത്. മറിച്ച് ലോകം മുഴുവൻ ഭരിക്കാനും തന്റെ സ്വാധീനം കൊണ്ട് ലോകം ഒരു പന്ത് പോലെ തട്ടിക്കളിക്കാനുമാണ്. വൈറ്റ് ഹൗസിലെ ഇരിപ്പിടത്തിൽ രണ്ടാം വട്ടവും അമർന്നിരിക്കും മുമ്പ് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അത് തെളിയിക്കുന്നതുമാണ്. 13-ാം വയസ്സിൽ സ്കൂളിൽ നിന്ന് പെരുമാറ്റ ദൂഷ്യത്തിന് പുറത്താക്കിയ ആൾ അരനൂറ്റാണ്ടിന് ശേഷം വൈറ്റ് ഹൗസിലെത്തി ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായ കഥയാണ് ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്. കറുത്തവരെയും തെക്കേ അമേരിക്കൻ സങ്കരവർഗ്ഗക്കാരെയും കണ്ണിന് നേരെ കണ്ടുകൂടാത്ത വെളുത്തവരുടെ മൗലികവാദ സംഘടനകൾക്ക് വാരിക്കോരി സംഭാവന കൊടുത്ത ചരിത്രമുള്ള ട്രംപിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എങ്ങനെ ഇത്രയ്ക്ക് പോപ്പുലാരിറ്റി നേടാൻ കഴിഞ്ഞു? അതിന് ആ കഥയുടെ ഉള്ളിലേക്ക് പോകണം. ഇനി ഒരു കാര്യം കൂടി, എന്തിനാണ് നമ്മൾ ട്രംപ് ആരാണെന്ന് ഇത്ര വിശദമായി അറിയുന്നത്? ദൃഷ്ടാന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ദിനം പ്രതി. ഒരു ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെത്തുമ്പോൾ അവിടെയുണ്ട് ട്രംപ് എഫക്റ്റ്. ഇരുട്ടി വെളുക്കുമ്പോൾ പവൻ 5000 രൂപ വർദ്ധിക്കുന്ന എഫക്റ്റ്. അത് ട്രംപിന്റെ വിദേശ വ്യാപാര നയത്തിന്റെ പ്രതിഫലനം. ഒരു പ്രവാസി നാട്ടിലേക്ക് പണം അയക്കാൻ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോൾ അവിടെയും ട്രംപ് എഫക്റ്റ്. അത് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയത്തിന്റെയും കറൻസി നയത്തിന്റെയും പ്രതിഫലനം. വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പെട്ടെന്ന് വില വർധന. അത് ട്രംപിന്റെ ഇറക്കുമതി നയത്തിന്റെ എഫക്റ്റ്. റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങാൻ ചെല്ലുമ്പോൾ ഇനി അനിശ്ചിതകാലത്തേക്ക് മണ്ണെണ്ണ ഉണ്ടാവില്ലെന്നറിയിപ്പ്. അത് ട്രംപിന്റെ പെട്രോളിയം നയത്തിലെ വ്യതിചലനം. ആഫ്രിക്കയിലെ ദരിദ്ര നാരായണന്മാരായ മനുഷ്യർക്ക് മരുന്നും അന്നവും നിഷേധിക്കുന്ന ട്രംപിന്റെ വിദേശ സഹായ നയം. അങ്ങനെ ഇനി അയാളെയും അയാളുടെ ഭ്രാന്തൻ തീരുമാനങ്ങളെയും ഗൗനിക്കാതെയും പഠിക്കാതെയും നമുക്ക് മുന്നോട്ട് പോകാനാവില്ലെന്നായിരിക്കുന്നു. ഇതിനു മുമ്പ് മലയാളികളെ ഇത്രയധികം ആവേശിക്കുകയും ബാധിക്കുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയർ ആയിരിക്കണം. അന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന മക്കളുള്ള അമ്മമാരുടെ ചങ്കിൽ തീ കോരിയിട്ടിരുന്ന ഗൾഫ് യുദ്ധത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്ന അതേ ജോർജ് ബുഷ് സീനിയർ. അതിനുശേഷം ഇപ്പോൾ ട്രംപാണ്. എന്തായാലും ആ കഥ തുടങ്ങാം. ട്രംപ് കുടുംബത്തിന്റെ വേരുകൾ അന്വേഷിച്ച് ഗവേഷകർ ഏറെക്കാലം പിറകിലേക്ക് പോയിരുന്നു. അവരെല്ലാം എത്തിച്ചേർന്നത് 4 നൂറ്റാണ്ട് മുമ്പുള്ള മധ്യ യൂറോപ്പിലെ കിങ്ഡം ഓഫ് ബവേറിയയിലാണ്. ഇന്ന് ജർമ്മനിയുടെ ഭാഗമാണെങ്കിലും 5 നൂറ്റാണ്ട് മുമ്പ് ജർമ്മൻ സാമ്രാജ്യത്തിന്റെ നിത്യശത്രുക്കളായിരുന്നു ബവേറിയ. AD 1600-കളിൽ ബവേറിയയിൽ പാലറ്റൻ വംശക്കാർ തിങ്ങിപ്പാർക്കുന്ന എല്ലൻസ്റ്റഡ് ഗ്രാമം. അവിടെ ഉരുളക്കിഴങ്ങ് കൃഷിയുമായി ജീവിച്ചിരുന്ന ഹാൻസ് ട്രംഫ്ലർ എന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ജൂലിയാന എം ട്രംഫ്ലർ, ഇന്ന് നമുക്കറിയാവുന്ന ഡൊണാൾഡ് ട്രംപിന്റെ 6 തലമുറ മുമ്പുള്ള മുതുമുത്തച്ഛനും മുത്തശ്ശിയും. എല്ലൻസ്റ്റഡ് ഗ്രാമത്തിന്റെ കുന്നിൻ ചെരുവുകളിൽ കറുത്ത മണ്ണിൽ ഉരുളക്കിഴങ്ങ് നടാൻ കുഴി കുത്തി നഖത്തിനിടയിൽ ചെളിയും അഴുക്കുമടിഞ്ഞ് അണുബാധയുണ്ടായി അവസാനം ന്യൂമോണിയ പിടിപെട്ടാണ് ഹാൻസ് ട്രംഫ്ലർ മരിക്കുന്നത്. അദ്ദേഹത്തിന് 4 മക്കളായിരുന്നു. എന്നാൽ ബവേറിയയിലെ ദാരിദ്ര്യവും അതിശൈത്യവും അതിജീവിച്ചത് ജോഹാൻ ഫിലിപ്പ് ട്രംപ് എന്ന 2ാമത്തെ മകൻ മാത്രം. അച്ഛനെ പോലെ കൃഷിക്കാരനായിരുന്നെങ്കിലും കച്ചവടത്തിലും ജോഹാൻ ഫിലിപ്പ് ട്രംപ് അഭിരുചി കാട്ടി. അക്കാലത്ത് ബവേറിയയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വിശിഷ്ട മദ്യം ജർമ്മൻ സാമ്രാജ്യത്തിലേക്ക് കള്ളക്കടത്ത് നടത്തുന്ന സംരംഭം ജോഹാൻ ഫിലിപ്പ് ട്രംപ് തുടങ്ങി. കാര്യം, ഒരു ബവേറിയക്കാരനെ നേരിൽ കണ്ടാൽ ജർമ്മൻകാരൻ അവനെ തല്ലിക്കൊല്ലുന്നത്ര വൈര്യമുണ്ടായിരുന്നെങ്കിലും ബവേറിയൻ ബിയറും അവിടുത്തെ ഉണക്കിയ പന്നിയിറച്ചിയും ജർമ്മനിക്കാരുടെ വിശിഷ്ട വിഭവങ്ങളായിരുന്നു. ഈ ഡിമാൻഡ് മുതലെടുത്ത ജോഹാൻ ഫിലിപ്പ് ട്രംപ് അതിലൂടെ നല്ല തോതിൽ സമ്പാദ്യമുണ്ടാക്കി. ജൂലിയാന മറിയ റോഡൻ റോത്തിനെയാണ് ജോഹാൻ ഫിലിപ്പ് ട്രംപ് വിവാഹം കഴിച്ചത്. അവർക്ക് 5 മക്കൾ: ജോന സെബാസ്റ്റ്യൻ ട്രംപ്, മരിയ സുസന്ന ട്രംപ്, അന്ന എലിസബത്ത് ട്രംപ്, സോഫിയ മരിയ ട്രംപ്, ഹാൻസ് ജേക്കബ് ട്രംപ്. യോഹാൻ ട്രംപിന്റെ മൂത്ത മകൻ യോഹാന സെബാസ്റ്റ്യൻ ട്രംപ് കള്ളക്കച്ചവടത്തിൽ അച്ഛനേക്കാൾ മിടുക്കനായിരുന്നു. കള്ളക്കടത്തിന് പുറമെ അദ്ദേഹം സമൂഹത്തിൽ ഒരു പ്രമാണി സ്ഥാനവും കൂടി അക്കാലത്ത് നേടുകയുണ്ടായി. എല്ലൻസ്റ്റാഡ് ബോബനിം പള്ളിയിലെ കപ്പ്യാരും കൈകാര്യക്കാരനുമായിരുന്നു സെബാസ്റ്റ്യൻ ട്രംപ്. അക്കാലത്ത് ജർമ്മൻ ലൂഥറൻ പള്ളികളിലെ അധികാര വ്യവസ്ഥയനുസരിച്ച് കപ്പ്യാർ എന്നത് വലിയ പദവിയായിരുന്നു. അധികാര ശ്രേണിയിൽ വികാരിക്കൊപ്പമോ ചിലപ്പോൾ വികാരിക്ക് മുകളിലോ ആയിരുന്നു കപ്പ്യാർ. ഈ പദവി ഉപയോഗിച്ചുണ്ടാക്കിയ വ്യക്തിബന്ധങ്ങൾ സെബാസ്റ്റ്യൻ ട്രംപിന് ജർമ്മനിയിലേക്കുള്ള കള്ളക്കടത്തിന് ഗുണം ചെയ്തു. ട്രംപ് കുടുംബത്തിൽ ധനം കുന്നുകൂടി. സൂസന്ന മാർഗരറ്റ ട്രംപിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അവർക്ക് 8 മക്കൾ: ജോഹാൻ പോൾ ട്രംപ്, ജോഹാൻ മൈക്കൽ ട്രംപ്, ജോഹാൻ ലോറൻസ് ട്രംപ്, അന്ന മാർഗരറ്റ ട്രംപ്, ജോഹാൻ ജേക്കബ് ട്രംപ്, ജോഹാൻ സെബാസ്റ്റ്യൻ ട്രംപ് 4-മൻ, സൂസന്ന എലിസബത്ത് ട്രംപ്,
ജോഹാൻ ഫ്രെഡറിക് ട്രംപ്. 1756 സെബാസ്റ്റ്യൻ ട്രംപ് മരിച്ചു. മൂത്ത മകൻ യോഹാൻ പോൾ ട്രംപിനാണ് അച്ഛന്റെ സൗഭാഗ്യങ്ങളെല്ലാം ലഭിച്ചത്. പള്ളിയിലെ കപ്യാർ സ്ഥാനവും കച്ചവടവും ഒസ്യത്തായി കിട്ടിയ യോഹാൻ പോൾ ട്രംപിന് പക്ഷേ തുടർച്ചയായി സഹോദരങ്ങളോട് ഇതിനെ ചൊല്ലി വഴക്കിടേണ്ടി വരുന്നുണ്ട്. അച്ഛന്റെ സ്വത്തുക്കൾ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ അവർ യോഹാനെ സമ്മതിച്ചില്ല. ട്രംപ് കുടുംബത്തിൽ അധികാര തർക്കങ്ങൾ പതിവായി. മാരിയ എലിസബത്ത ട്രംപിനെയാണ് യോഹാൻ പോൾ ട്രംപ് വിവാഹം കഴിച്ചത്. അവർക്ക് 4 മക്കൾ: മാരിയ ഡൊറോത്തിയ ട്രംപ്, ജൂലിയാന ട്രംപ്, ഷാർലറ്റ് ലൂയിസ ഹെൻസ്, ജോഹനസ് ട്രംപ് ജൂനിയർ. 1792 യോഹാൻ പോൾ ട്രംപ് അന്തരിച്ചു. അതിനു മുമ്പേ അധികാര തർക്കത്തിൽ കുടുംബം തല്ലിപ്പിരിഞ്ഞിരുന്നു. അച്ഛനും സഹോദരങ്ങളുമായി സ്വത്തിനെ ചൊല്ലി നടത്തിയ കലാപങ്ങളിൽ മനസ്സുമെടുത്ത് യോഹാൻ പോൾ ട്രംപിന്റെ മൂത്ത മകൻ ജോഹനസ് ട്രംപ് ജൂനിയർ എല്ലൻസ്റ്റാഡിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. അവൻ എത്തിയത് ബവേറിയയിലെ തന്നെ കാൾസ്റ്റാഡിലാണ്, മെയിൻ നദിയുടെ വലതുകര. നൂറ്റാണ്ടുകളായി മുന്തിരി കൃഷിക്ക് പറ്റിയ ഇടം. ജോഹാൻസ് ട്രംപ് ജൂനിയർ തന്റെ പിതാവിൽ നിന്ന് മോഷ്ടിച്ച അല്പം പണമുണ്ടായിരുന്നത് ചിലവാക്കി മുന്തിരി കൃഷിക്ക് നിലം പാട്ടത്തിനെടുത്തു. അക്കാലത്ത് കാൾസ്റ്റാഡിലെ മുന്തിരി കർഷകർ തദ്ദേശീയമായതും രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തതുമായ ഒരിനം മുന്തിരിവള്ളികളാണ് നട്ടിരുന്നത്. ഇത് മിക്കപ്പോഴും കാലാവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കാത്തതായിരുന്നു. എന്നാൽ അല്പമകലെ ജർമ്മൻ സാമ്രാജ്യത്തിൽ മേൽത്തരം രോഗപ്രതിരോധ ശേഷിയുള്ള മുന്തിരിവള്ളികൾ ലഭിച്ചിരുന്നു. ജന്മസിദ്ധമായി കള്ളക്കടത്ത് രക്തം സിരകളിൽ ഓടിയിരുന്ന ജൂനിയർ ട്രംപ് ജർമ്മനിയിൽ നിന്ന് സാഹസികമായി മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. ആ വിളവെടുപ്പ് സീസണിൽ രോഗം വന്ന് മറ്റ് കർഷകരുടെ എല്ലാം മുന്തിരി കൃഷി നശിച്ചപ്പോൾ ട്രംപ് ജൂനിയറിന്റെ കൃഷി മാത്രം നല്ലപോലെ കാശുണ്ടാക്കി. ജൂനിയർ ട്രംപ് അവിടുത്തെ മുന്തിരി കർഷകരുടെ തലൈവരായി മാറാൻ അധികം വൈകിയില്ല. കാൾസ്റ്റാഡിൽ നിന്ന് തന്നെയാണ് ജൂനിയർ ട്രംപ് വിവാഹം കഴിച്ചത്. വധു സൂസന്ന മരിയ ട്രംപ്. അവർക്ക് 4 മക്കൾ: മരിയ കാതറീന ഷ്രീബർ, ക്രിസ്ത്യൻ ജെ ട്രംപ്, അന്ന എലിസബത്ത് ഷ്വീൻ, ഫ്രെഡറിക് ട്രംപ്. 1835 ജോഹനസ് ട്രംപ് ജൂനിയർ മരിച്ചു. ഇനി ഇവിടെ നിന്നാണ് തുടരേണ്ടത്. ജൂനിയർ ട്രംപിന്റെ 2ാമത്തെ മകൻ ക്രിസ്ത്യൻ ജെ ട്രംപിൽ നിന്ന്. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ബ്ലഡ് ലൈൻ തുടരുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. സ്ഥിരം രോഗിയായിരുന്നു ക്രിസ്ത്യൻ ട്രംപ്. പൾമോണറി എഫിസിമ എന്ന ശ്വാസകോശ രോഗം അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു. ശ്വാസകോശത്തിൽ വായുകുമിളകൾ രൂപപ്പെടുന്ന രോഗമാണിത്. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ പിതാവ് ട്രംപ് ജൂനിയറിന്റെ സംരക്ഷണയിലാണ് ക്രിസ്ത്യൻ ട്രംപ് ജീവിച്ചിരുന്നത്. കാതറീന ബി ട്രംപിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അവർക്ക് 8 മക്കൾ: സിബില്ല ലൂയിസ ഷൂസ്റ്റർ, കോൺറാഡ് ട്രംപ്, ഫ്രെഡറിക് ട്രംപ്, ബാർബറ വെയ്സ്ബോൺ, കാതറീന ട്രംപ്, ജോനാസ് ട്രംപ്, ജേക്കബ് ട്രംപ്, എലിസബത്ത ഫ്രൂണ്ട്. പിതാവിന്റെ ശ്വാസകോശ രോഗം ആ കുടുംബത്തെ അപ്പോഴേക്കും കടക്കാരാക്കിയിരുന്നു. മക്കളെല്ലാം മറ്റുള്ളവരുടെ മുന്തിരിത്തോട്ടങ്ങളിൽ വേലയ്ക്ക് പോയി തുടങ്ങി. പതിയെ ട്രംപ് കുടുംബത്തിൽ ദാരിദ്ര്യത്തിന്റെ ലാഞ്ചനകൾ കണ്ടു തുടങ്ങി. ഇതിനിടെ ബവേറിയയിലും പല രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു. 1871 ജർമ്മൻ സാമ്രാജ്യം ബലം പ്രയോഗിച്ച് ബവേറിയയെ തങ്ങളോട് ചേർത്തു. അങ്ങനെ കിങ്ഡം ഓഫ് ബവേറിയ ഇല്ലാതായി. ബവേറിയയിൽ ജർമ്മൻ നിയമങ്ങൾ പ്രാബല്യത്തിലായി. അതിലൊന്നായിരുന്നു 15 വയസ്സ് തികഞ്ഞ ആൺകുട്ടികൾ 2 വർഷം നിർബന്ധിത സൈനിക സേവനം നടത്തണം എന്നത്. അതിന് 3ാമത്തെ മകൻ ഫ്രെഡറിക് ട്രംപ് തയ്യാറല്ലായിരുന്നു. 1883 തന്റെ 14ാം വയസ്സിൽ ഫ്രെഡറിക് ലാങ്ങിന് കീഴിൽ മുടിമുറിക്കൽ പഠിച്ച് ഒരു ബാർബറായി ഇനിയുള്ള കാലം ജീവിക്കാൻ ഉറച്ച് ഫ്രെഡറിക് ട്രംപ് ഫ്രാങ്കൻതാലിലേക്ക് നാടുവിട്ടു പോകുന്നു. അമ്മയോട് മാത്രമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് ബാർബർ പണി പഠിച്ച് ഫ്രെഡറിക് ട്രംപ് കാൾസ്റ്റാഡിലേക്ക് തിരിച്ചെത്തി. ആകെ 1000 പേർ മാത്രമുള്ള ചെറിയൊരു ടൗൺഷിപ്പായിരുന്നു കാൾസ്റ്റാഡ്. നേരത്തെ തന്നെ അവിടെ 3 ബാർബർമാരുണ്ട്. അങ്ങാടിയുടെ മൂലയ്ക്കൽ ഒരു മസ്ലിൻ തുണി വിരിച്ച് കത്തിയും കത്രികയുമായിരുന്ന ഫ്രെഡറിക്കിനെ ആരും ഗവനിച്ചില്ല. തന്റെ സ്വന്തം ആവശ്യത്തിനുള്ള ഒരു കഷ്ണം റൊട്ടിക്കും 2 ഉരുളക്കിഴങ്ങിനും പോലും ഈ പണി ഇവിടെ ഉപകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതിനാവില്ലെന്ന് ഫ്രെഡറിക്കിന് മനസ്സിലായി. അന്ന് അമേരിക്കൻ ഡ്രീമിന്റെ ഭാഗമാകാൻ ഒളിച്ചു പോകുന്ന ബവേറിയക്കാരുടെ പാത പിന്തുടരാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഒരു കുതിരവണ്ടിക്കാരനെ മണിയടിച്ച് ഫ്രെഡറിക്ക് കാൾസ്റ്റാഡിൽ നിന്ന് ബ്രമൻ തുറമുഖത്തേക്ക് പോയി. അവിടെ നിന്ന് 1885 ഒക്ടോബർ 7 ഐഡർ എന്ന ആവിക്കപ്പലിൽ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. 12 ദിവസത്തിന് ശേഷം 1885 ഒക്ടോബർ 19 ആ കപ്പൽ ന്യൂയോർക്കിലെടുത്തു. അമേരിക്കയിൽ ട്രംപിന്റെ ഇതിഹാസം ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. അധികം വൈകാതെ സൈനിക സേവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഫ്രെഡറിക് നാടുവിട്ട കാര്യം ജർമ്മൻ റോയൽ പോലീസ് അറിഞ്ഞു. അവർ ഫ്രെഡറിക് ട്രംപിന് ജർമ്മൻ സാമ്രാജ്യത്തിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി. 12 ദിവസമെടുത്താണ് അറ്റ്ലാന്റിക് മഹാസമുദ്രം മുറിച്ചു കടന്ന് ആവിക്കപ്പലായ ഐഡർ ന്യൂയോർക്ക് തുറമുഖത്ത് അടുത്തത്. ഹാർബറിന്റെ അങ്ങേയറ്റത്തുണ്ടായിരുന്ന കാസിൽ ഗാർഡൻ ഇമിഗ്രന്റ് ലാൻഡിംഗ് ഡിപ്പോയിലേക്ക് ഫ്രെഡറിക് ട്രംപ് ആനയിക്കപ്പെട്ടു. യൂറോപ്പിൽ നിന്നുമെത്തുന്ന കുടിയേറ്റക്കാരുടെ ഇമിഗ്രേഷൻ നടപടികൾ അക്കാലത്ത് പൂർത്തിയാക്കിയിരുന്നത് കാസിൽ ഗാർഡൻ ഇമിഗ്രന്റ് ലാൻഡിംഗ് ഡിപ്പോയിലെ ചെറിയ പാണ്ഡികശാലയിൽ വെച്ചായിരുന്നു. രേഖകൾ പരിശോധിച്ച ഇമിഗ്രേഷൻ പോലീസിന് പെട്ടെന്ന് ആളെ പിടികിട്ടി. സൈനിക സേവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചോടി വന്നിരിക്കുന്നയാളാണെന്ന് വ്യക്തമായപ്പോൾ പോലീസ് ഫ്രെഡറിക്കിനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. കാരണം അമേരിക്കൻ കുടിയേറ്റ നിയമപ്രകാരം ജന്മനാട് അറിയാതെ വന്നതായതിനാൽ അതൊരു അനധികൃത കുടിയേറ്റമാണ്. ദൈന്യതയോടെ ഫ്രെഡറിക് ട്രംപ് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. എന്തായാലും അന്നത്തെ ദിവസം ഏറ്റവും അവസാനത്തെ കുടിയേറ്റക്കാരനായി ഫ്രെഡറിക്കിന് സ്റ്റാമ്പ് പതിച്ചു കിട്ടുന്നു. US ഇമിഗ്രേഷൻ രേഖകളിൽ അദ്ദേഹത്തിന്റെ പേര് ഫ്രൈഡർ ട്രംപ് എന്നും ഒരു തൊഴിലന്വേഷകനാണ് ഇയാളെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഡ്രീം അതിന്റെ സകല പ്രതാപത്തോടെയും ലോകത്തിന് മുന്നിൽ ചുരുൾന്നു വരുന്ന കാലമാണ്. വലിയ പൊങ്ങച്ച തെരുവുകളും അമ്പരചുംബികളും എവിടെയും ഉയർന്നു പൊങ്ങുന്നു. ന്യൂയോർക്ക് സകല ഊർജ്ജവും സംഭരിച്ച് ഭാവിയിലേക്ക് കുതിക്കുന്ന സമയം. എന്നാൽ ലാൻഡിംഗ് ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയ ഫ്രെഡറിക് ട്രംപ് ഹാർബറിന് മുമ്പിൽ വാവൊളിച്ചു നിന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ജീവിക്കണമെന്നറിയില്ല.
അവിടെ കുടിയേറ്റക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ട്രക്കിൽ അയാൾ കയറിക്കൂടുന്നു. അവരോട് ആരോടും താൻ ജർമ്മൻകാരനാണെന്ന് അയാൾ പറഞ്ഞില്ല. കാരണം ജർമ്മൻ കുടിയേറ്റക്കാരെ കണ്ടാൽ ന്യൂയോർക്കിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന കാലമാണ്. പ്രഷ്യക്കാരും ആസ്ട്രിയക്കാരും ഡച്ചുകാരുമെല്ലാമാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. താൻ സ്വീഡനിലെ കാൾസ്റ്റാഡിൽ നിന്നുള്ള ഫ്രെഡറിക് ആണ് എന്നാണ് അയാൾ അവിടെ കണ്ടവരോടെല്ലാം പറഞ്ഞത്. ഈ കഥയെല്ലാം പിന്നീട് 1987 ഡൊണാൾഡ് ട്രംപ് എഴുതിയ ദി ആർട്ട് ഓഫ് ഡീൽ എന്ന സ്വന്തം ആത്മകഥയിലാണ് വിശദീകരിക്കപ്പെടുന്നത്. ഈ ആത്മകഥ എഴുതിയത് ടോണി ഷ്വാർട്സ് എന്ന കൂലിയെഴുത്തുകാരനാണ് എന്നത് മറ്റൊരു കാര്യം. അതെല്ലാം വഴിയെ പറയാം. ഫ്രെഡറിക് ട്രംപ് അമേരിക്കയിലേക്ക് കുടിയേറുന്നതിന് 2 വർഷം മുമ്പേ അദ്ദേഹത്തിന്റെ സഹോദരി കാതറീന അവിടെ എത്തിയിരുന്നു. സഹോദരിക്കും അവരുടെ ഭർത്താവ് ഫ്രെഡ് ഷൂസ്റ്ററിനുമൊപ്പം മാൻഹാട്ടന്റെ ലോവർ ഈസ്റ്റ് സൈഡിൽ 76 ഫോർസിത്ത് സ്ട്രീറ്റിൽ ഒരു താൽക്കാലിക വാസസ്ഥാനം കണ്ടെത്തി. ജർമ്മൻ പാലറ്റൈൻ കുടിയേറ്റക്കാർ ധാരാളമുള്ള ഒരു പ്രദേശമായിരുന്നു അത്. ചെറിയൊരു ബാർബർ ഷോപ്പും ട്രംപ് അവിടെ തട്ടിക്കൂട്ടി. പിന്നീട് 606 ഈസ്റ്റ് 17ാം സ്ട്രീറ്റിലേക്കും 2ാം അവന്യൂവിലേക്കും ഫ്രെഡറിക് ട്രംപ് തന്റെ ബാർബർ ഷോപ്പും താമസവും മാറ്റുന്നുണ്ട്. കാലം പോകെ 6 വർഷം കഴിഞ്ഞ് 1891 വാഷിംഗ്ടൺ സംസ്ഥാനം രൂപീകരിച്ചു. ന്യൂയോർക്കിൽ നിന്നും വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് അപ്പോഴേക്കും ഭാഗ്യാന്വേഷികളുടെ പ്രയാണം തുടങ്ങിയിരുന്നു. ഫോർഡും ജനറൽ മോട്ടോഴ്സും അടക്കമുള്ള കമ്പനികൾ സിയാറ്റിലേക്ക് കൊണ്ടുവന്ന വൻ നിക്ഷേപത്തിൽ ആകൃഷ്ടരായിട്ടായിരുന്നു ഇത്. അവിടെ തന്റെയും ഭാഗ്യം പരീക്ഷിക്കാൻ ഫ്രെഡറിക് ട്രംപ് തീരുമാനിക്കുന്നു. 2nd അവന്യൂവിലെ ബാർബർ ഷോപ്പ് പൂട്ടി സിയാറ്റിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ റെഡ് ലൈറ്റ് സ്ട്രീറ്റായ പയനിയർ സ്ക്വയറിന് സമീപം അക്കാലത്ത് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, പൂഡിൽ ഡോഗ്. ഒരു നോർവീജിയൻ കുടിയേറ്റക്കാരൻ്റെതായിരുന്നു അത്. ഫ്രെഡറിക് ട്രംപ് അത് ലീസിനെടുത്ത് റെസ്റ്റോറന്റ് പ്രവർത്തനക്ഷമമാക്കി. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ വലിയ ഒറ്റമുറിയുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിൽ ഫ്രെഡറിക് ട്രംപ് ഒരു അവസരം കണ്ടു. പയനിയർ സ്ക്വയറിലെ ലൈംഗിക തൊഴിലാളികൾക്ക് തങ്ങളുടെ ഇടപാടുകാർക്കുള്ള സേവനം നൽകാൻ വേണ്ടി ആ വലിയ ഹാൾ ചെറിയ ക്യൂബിക്കിളുകളാക്കി രൂപമാറ്റം വരുത്തി. മണിക്കൂറിന് 10 സെന്റ് എന്ന ചുരുങ്ങിയ വാടകയാണ് ഈടാക്കിയത്. ഇതോടൊപ്പം ഇവർക്ക് ഭക്ഷണ സൗകര്യവും ഒരുക്കി. ഈ ക്യൂബിക്കിൾ വേശ്യാലയ പരിപാടി വലിയ വിജയമായി. 1892 ഫ്രെഡറിക് ട്രംപിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നു. 1894 ഗ്രോവർ ക്ലീവ്ലാൻഡിനെ അമേരിക്കൻ പ്രസിഡന്റാക്കിയ തെരഞ്ഞെടുപ്പിൽ വാഷിംഗ്ടണിൽ ട്രംപ് ആദ്യമായി വോട്ടും ചെയ്തു. 3 വർഷത്തോളം ആ റെസ്റ്റോറന്റും വേശ്യാലയവും നടത്തി മോശമല്ലാത്തൊരു സമ്പാദ്യം ഉണ്ടാക്കിയ ശേഷം 1894 ഫെബ്രുവരി 14 ട്രംപ് തന്റെ റെസ്റ്റോറന്റ് വിറ്റു. അത് മറ്റൊരു ലക്ഷ്യത്തോടെയായിരുന്നു. സിയാറ്റിലിന് വടക്കുള്ള സ്നോഹോമിഷ് കൗണ്ടിയിലുള്ള വളർന്നുവരുന്ന ഖനന പട്ടണമായ വാഷിംഗ്ടണിലെ മോണ്ടെക്രിസ്റ്റോയിലേക്കാണ് അദ്ദേഹം താമസം മാറിയത്. അക്കാലത്ത് മോണ്ടെക്രിസ്റ്റോ മലയിൽ നിന്നും ഇറങ്ങി വന്ന ചില ഖനിത്തൊഴിലാളികളുടെ കൈവശം സ്വർണം നിറച്ച ചാക്കുകെട്ടുകൾ കണ്ടുവെന്ന് സിയാറ്റിലാകെ ശ്രുതി പരന്നിരുന്നു. അതോടെ പെട്ടെന്ന് സമ്പന്നരാകാനുള്ള പ്രതീക്ഷയിൽ സ്വർണ്ണവേട്ടക്കാർ ഈ പ്രദേശത്തേക്ക് താമസം മാറി. മോണ്ടെക്രിസ്റ്റോ അടങ്ങുന്ന എവററ്റ് പ്രദേശത്തുടനീളം കോടീശ്വരനായ ജോൺ ഡി റോക്ക്ഫെല്ലർ നടത്തിയ സാമ്പത്തിക നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികളും പ്രദേശത്തിന്റെ സാധ്യതകളെക്കുറിച്ച് അതിശയോക്തിപരമായ ഒരു പ്രതീതി സൃഷ്ടിച്ചു. പൂഡിൽ ഡോഗ് റെസ്റ്റോറന്റ് വിറ്റ് തൊട്ടടുത്ത മാസം തന്നെ ഫ്രെഡറിക് ട്രംപ് മോണ്ടെക്രിസ്റ്റോയിലേക്ക് ഭാണ്ഡമുറുക്കിയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. സിയാറ്റിൽ വിടുന്നതിന് മുമ്പ് നഗരത്തിന് 12 മൈൽ കിഴക്കുള്ള പൈൻ ലേക്ക് പീഠഭൂമിയിൽ 40 ഏക്കർ സ്ഥലം വെറും $200 വാങ്ങി. ഇത് ട്രംപ് കുടുംബത്തിന്റെ അമേരിക്കയിലെ ആദ്യത്തെ പ്രധാന റിയൽ എസ്റ്റേറ്റ് വാങ്ങലായിരുന്നു. മോണ്ടെക്രിസ്റ്റോയിലെത്തി ആദ്യ ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഫ്രെഡറിക് ട്രംപിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. എന്തായാലും സ്വർണം കുഴിച്ചെടുക്കാനുള്ള മണ്ടൻ മണിക്കല്ല താൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മറിച്ച് സ്വർണ്ണവേട്ടക്കാരെ ഖനനം ചെയ്യുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. അധിക ദിവസം കഴിയും മുമ്പേ അതിനുപറ്റിയ ഒരു സ്ഥലവും ഫ്രെഡറിക് ട്രംപ് കണ്ടെത്തി. ട്രംപ് കുടുംബം ഒരു നൂറ്റാണ്ടുകാലമായി അമേരിക്കയിൽ തുടർന്നു വരുന്ന റിയൽ എസ്റ്റേറ്റ് ചതിപ്പണികളിൽ ആദ്യത്തേതാണ് അവിടെ നടന്നത്. മോണ്ടെക്രിസ്റ്റോയിൽ ട്രെയിൻ സ്റ്റേഷന് സമീപമുള്ള ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലം ട്രംപിന്റെ കണ്ണിലുടക്കിയിരുന്നു. ഇത് സർക്കാർ പുറമ്പോക്കാണ്. അക്കാലത്ത് വില നൽകാൻ കഴിവുള്ള ആർക്കും വാഷിംഗ്ടൺ സംസ്ഥാനത്തിലെ സർക്കാർ തങ്ങളുടെ തരിശു നിലം വിൽക്കുകയോ ലീസ് നൽകുകയോ ചെയ്തിരുന്നു. ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജനറൽ ലാൻഡ് ഓഫീസിലെത്തി വിവരങ്ങൾ അന്വേഷിച്ചു. ആ പുറമ്പോക്കിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ ജനറൽ ലാൻഡ്സ് ഓഫീസ് ഏക്കറിന് $1000 ഫീസ് ആവശ്യപ്പെട്ടത്. ഇത് ട്രംപിന് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. പകരം അദ്ദേഹം ചെറിയ വിലയ്ക്ക് ഭൂമിയിൽ ഒരു സ്വർണ്ണ പ്ലേസർ ക്ലെയിം ഫയൽ ചെയ്തു. ഇതും വാഷിംഗ്ടൺ സംസ്ഥാനത്തെ ഒരു നിയമമായിരുന്നു. സർക്കാർ പുറമ്പോക്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇരുമ്പോ വെള്ളിയോ സ്വർണ്ണമോ അങ്ങനെ ഏത് ലോഹത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയാലും അത് സർക്കാരിന് നിശ്ചിത ഫീസ് നൽകി ഇഷ്ടം പോലെ ഖനനം ചെയ്യാം. ഈ നിയമം ഉപയോഗിച്ചാണ് ട്രംപ് ഭൂമിയിൽ സ്വർണ്ണ പ്ലേസ്മെന്റ് ക്ലെയിം നൽകിയത്. ഏതാണ്ട് ഇതേ സമയം തന്നെ എവററ്റ് നിവാസിയായ നിക്കോളാസ് റൂഡ്ബെക്ക് എന്നൊരു വ്യാപാരി ഈ ഭൂമി സർക്കാരിന് വില കൊടുത്തു വാങ്ങുന്ന കരാറുണ്ടാക്കുകയും ചെയ്തു. ട്രംപ് ജനറൽ ലാൻഡ്സ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി തന്റെ സ്വർണ്ണ ഖനന പ്ലേസ്മെന്റ് നിലനിർത്തി. ഇതോടെ നിക്കോളാസ് റൂഡ്ബെക്കും ട്രംപും നിയമപരവും കായികവുമായ യുദ്ധം തുടങ്ങി. അധികാരവും പണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഫ്രെഡറിക് ട്രംപിന് മനസ്സിലായത് ആ യുദ്ധത്തിലായിരുന്നു. തന്റെ കുടുംബത്തെ മുഴുവൻ പിന്നീട് അയാൾ പഠിപ്പിച്ച പാഠവും അതായിരുന്നു.
അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ജനറൽ ലാൻഡ്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർലോഭം പണമെറിഞ്ഞു. സിയാറ്റിലിൽ നിന്നും വില കൂടിയ ലൈംഗിക തൊഴിലാളികൾ എത്തിച്ചു നൽകി. അക്കാലത്ത് ന്യൂയോർക്കിൽ മാത്രം ലഭ്യമായിരുന്ന ജാക്ക് ഡാനിയൽസ് വിസ്കി കേസ് കണക്കിന് ലഭ്യമാക്കി. ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഖനന പരിപാടിയുമായി മുന്നോട്ട് പോയി. അയാൾ ആദ്യം ചെയ്തത് ആ ഭൂമിയിൽ ചെറിയ തടി കോട്ടേജുകൾ നിർമ്മിക്കുകയായിരുന്നു. ഖനനത്തിന് എന്തിനാണ് കോട്ടേജുകൾ എന്ന് ചോദിച്ചവരോട് അത് തന്റെ തൊഴിലാളികൾക്ക് താമസിക്കാനാണെന്ന് അയാൾ കള്ളം പറഞ്ഞു. അങ്ങനെ ട്രംപിന്റെ റെസ്റ്റോറന്റും നക്ഷത്ര വേശ്യാലയവും ആ ഭൂമിയിൽ ഉയരുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ നിക്കോളാസ് റൂഡ്ബെക്കിന് സാധിച്ചുള്ളൂ. അധികം വൈകാതെ ചുളുവിലേക്ക് ആ ഭൂമി ട്രംപിന് തന്നെ വിറ്റ് നിക്കോളാസ് കളം വിട്ടു. 1894 ഡിസംബറിൽ ഭൂമി ഫ്രെഡറിക് ട്രംപിന്റെ സ്വന്തമായി. രസകരമെന്നും വിരോധാഭാസമെന്നും തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. തങ്ങൾക്ക് എന്ത് ചോദിച്ചാലും തരുന്ന ട്രംപിനെ മോണ്ടെ ക്രിസ്റ്റോ ടൗണിലെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് 1896 സമാധാന പാലന ചുമതലയുള്ള ടൗൺ ഷെരീഫായി തിരഞ്ഞെടുത്തു. ഒന്നാലോചിക്കണം, 5-നെതിരെ 32 വോട്ടുകൾക്കായിരുന്നു അന്ന് ഫ്രെഡറിക് ട്രംപിന്റെ വിജയം. ക്രമസമാധാന പാലന ചുമതലയുള്ള വേശ്യാലയം നടത്തിപ്പുകാർ. ട്രംപ് കുടുംബം എക്കാലവും ഇത്തരം ചില പാരഡോക്സുകളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. എന്തായാലും മോണ്ടെ ക്രിസ്റ്റോയിൽ അധികം തുടരാനായില്ല. വർഷങ്ങൾ നീണ്ട ഖനനത്തിൽ മോണ്ടെ ക്രിസ്റ്റോയിൽ ഒരിക്കൽ വിശ്വസിച്ചിരുന്നത് പോലെ സ്വർണവും വെള്ളിയും ഇല്ലെന്ന് വെളിപ്പെട്ടതോടെ തൊഴിലാളികൾ ഇവിടം വിടാൻ തുടങ്ങി. എവററ്റ് ബബിൾ ബസ്റ്റ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെട്ടത്. ജോൺ ഡി റോക്ക്ഫെല്ലർക്ക് $100 മില്യൺ നഷ്ടപ്പെട്ട ബബിൾ ബസ്റ്റ്. 1896 വസന്തകാലത്തോടെ മിക്ക ഖനിത്തൊഴിലാളികളും മോണ്ടെ ക്രിസ്റ്റോ വിട്ടുപോയി. തൊഴിലാളികളുടെ കുറവും ബിസിനസ് കുറയുന്നതും ട്രംപിനെയും മാറ്റി ചിന്തിപ്പിച്ചു. അവിടെ വിടാനും തീരുമാനമായി. ബ്രിട്ടീഷ് കൊളംബിയയിലെ മഞ്ഞുറഞ്ഞ തടാകങ്ങൾ പിന്നിട്ട് ട്രംപ് എത്തിയത് യുക്കോൺ പ്രവിശ്യയിലാണ്. മോണ്ടെ ക്രിസ്റ്റോയിൽ നിന്നും സ്വർണം കിട്ടാതെ പിൻവാങ്ങിയ ഭാഗ്യാന്വേഷകർ കൂട്ടത്തോടെ അപ്പോഴേക്കും യുക്കോണിലെത്തിയിരുന്നു. യുക്കോൺ നദിയിലൂടെ പോയ ബോട്ടുകളിൽ സ്വർണം നിറച്ച ചാക്കുകൾ കണ്ടെത്തിയെന്നും നദിയുടെ മുകൾ ഭാഗത്ത് സ്വർണ്ണമുണ്ടെന്നുമായിരുന്നു പ്രചാരണം. അത് യുക്കോൺ ഗോൾഡ് റഷിന്റെ തുടക്കമായിരുന്നു. പതിവ് പോലെ ട്രംപ് അവിടെയും തൊഴിലാളികൾക്കായി കംഫർട്ട് സ്റ്റേഷൻ ആരംഭിച്ചു. ഭക്ഷണവും ലൈംഗികതയും. സ്വർണ്ണവേട്ടക്കാരുടെ സ്ഥിരം റൂട്ടായ വൈറ്റ് പാസിലെ കുപ്രസിദ്ധമായ ഡെഡ് ഹോഴ്സ് ട്രെയിലിൽ 1898 വസന്തകാലത്ത് ട്രംപും ഏണസ്റ്റ് ലെവിൻ എന്ന മറ്റൊരു ഖനിത്തൊഴിലാളിയും ചേർന്ന് ഒരു ടെന്റ് റെസ്റ്റോറന്റ് തുറന്നു. കുതിരയിറച്ചി സോസേജ് ആയിരുന്നു പ്രധാന വിഭവം. പുറമെ മണിക്കൂർ റേറ്റിന് കംഫർട്ട് മുറികളും. അവിടെയും ട്രംപിന്റെ സംരംഭം വിജയമായി. അധികം വൈകാതെ 1898 മെയ് മാസത്തിൽ ഫ്രെഡറിക് ട്രംപ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ബെന്നറ്റിൽ ഒരു ആർട്ടിക് റെസ്റ്റോറന്റും കംഫർട്ട് ഹോട്ടലും തുറന്നു. 1900 അലാസ്കയിലെ സ്കാഗ്വേക്കും യൂക്കോണിലെ വൈറ്റ് ഹോഴ്സിനും ഇടയിലുള്ള 111 മൈൽ വൈറ്റ് പാസും യൂക്കോൺ റൂട്ടും റോഡ് പണി പൂർത്തിയായി. ഇത് വൻ സാധ്യത തുറക്കുന്നതാക്കി മനസ്സിലാക്കിയ ട്രംപ് ഇവിടെ വൈറ്റ് ഹോഴ്സ് റെസ്റ്റോറന്റിന് എന്ന സ്ഥാപനവും ഉയർത്തിയെടുത്തു. ഇക്കാലത്തെല്ലാം കൂടെയുണ്ടായിരുന്ന ട്രംപിന്റെ പാർട്ണർ ഏണസ്റ്റ് ലെവിൻ പക്ഷെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ബിസിനസിനേക്കാൾ സ്ഥാപനത്തിലുള്ള ലൈംഗിക തൊഴിലാളികളുമായി മേളിക്കുന്നതിലും മദ്യപാനത്തിലുമായിരുന്നു അയാളുടെ ശ്രദ്ധ. ഇതെല്ലാം കൊണ്ട് 1901 ജനുവരിയിൽ ട്രംപ് പാർട്ണർ ലെവിനുമായി വേർപിരിഞ്ഞു. പക്ഷേ 2 മാസം കഴിഞ്ഞ് ഏപ്രിലിൽ അവർ അനുരഞ്ജനത്തിലായി. അതിന് ഫ്രെഡറിക് ട്രംപിന് ഒരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു. ആ സമയത്ത് യൂക്കോണിലെ പ്രാദേശിക സർക്കാർ വേശ്യാവൃത്തി, ചൂതാട്ടം, മദ്യം എന്നിവ അടിച്ചമർത്തുന്നതായി പ്രഖ്യാപിച്ചു. എന്നാൽ ആ വർഷം അവസാനം വരെ ബിസിനസ്സുകാർ സ്വാധീനം ഉപയോഗിച്ച് ഈ നടപടികൾ വൈകിപ്പിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥ ലോബിയുമായി ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ച് വ്യാപാരികൾക്ക് മാത്രമേ ഇക്കാര്യം അറിയാമായിരുന്നുള്ളൂ. മദ്യവും മദിരാക്ഷിയുമായി സുഖിക്കുന്ന ലെവിൻ അറിയില്ലായിരുന്നു. താൻ ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോവുകയാണെന്നും വ്യാപാരത്തിൽ നിന്ന് വിരമിക്കുകയാണെന്നും ട്രംപ് ലെവിനോട് കള്ളം പറഞ്ഞു. പങ്കുകച്ചവടം ഒഴിയുകയാണെന്നും തന്റെ ഷെയറിന് തുല്യമായ തുക നൽകി ഹോട്ടലുകളെല്ലാം ലെവിനോട് ഒറ്റയ്ക്ക് എടുത്തുകൊള്ളാനും ട്രംപ് അറിയിച്ചു. ചതി മനസ്സിലാകാതിരുന്ന ലെവിൻ ഇത് സമ്മതിച്ചു. ട്രംപ് റെസ്റ്റോറന്റിലെ തന്റെ പങ്ക് ലെവിന് വിറ്റു. 1901 യൂക്കോണിൽ നിന്ന് പുറത്തുപോയി. 1 വർഷം കഴിഞ്ഞ് ചതി മനസ്സിലായപ്പോഴേക്കും ലെവിൻ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അയാൾ പിന്നീട് തെരുവിൽ കിടന്ന് കുടിച്ചാണ് മരിക്കുന്നത്. 1901 തന്നെ ട്രംപ് ഒരു ധനികനെ പോലെ ജർമ്മനിയിലെ കാൾസ്റ്റാഡിലേക്ക് മടങ്ങി. 15 വർഷത്തെ കച്ചവട ജീവിതം തരക്കേടില്ലാത്ത സമ്പാദ്യം അയാൾക്ക് നൽകിയിരുന്നു. ജർമ്മനിയിലേക്ക് മടങ്ങാനും അയാൾക്കൊരു കാരണമുണ്ടായിരുന്നു. കാൾസ്റ്റാഡിൽ തന്റെ മുൻ അയൽക്കാരന്റെ മകളായ എലിസബത്ത് ക്രൈസ്റ്റിനോട് അയാൾക്ക് കടുത്ത അനുരാഗമായിരുന്നു. അന്ന് ഒരു ബാർബർക്ക് തന്റെ മകളെ നൽകില്ലെന്ന് എലിസബത്തിന്റെ അച്ഛൻ ട്രംപിനോട് പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ 1901 അയാൾ സർവ്വതാ യോഗ്യനായ ഒരു ധനികനായിരുന്നു. ട്രംപും ട്രംപിനേക്കാൾ 11 വയസ്സുകളായ എലിസബത്തും 1902 ഒക്ടോബർ 26 വിവാഹിതരായി. ഇതിനിടെ ട്രംപ് തിരിച്ചെത്തിയത് ജർമ്മൻ റോയൽ പോലീസ് അറിഞ്ഞിരുന്നു. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്നും ഒളിച്ചുപോയി അമേരിക്കൻ പൗരനായ ട്രംപിനോട് എത്രയും വേഗം ജർമ്മനി വിടാൻ റോയൽ പോലീസ് സന്ദേശാസനം നൽകി. ട്രംപ് ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ഒടുവിൽ ട്രംപിന് തന്റെ പുതുമണവാട്ടിയെയും കൊണ്ട് അമേരിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നു. അമേരിക്കയിലേക്കുള്ള 2ാം വരവിൽ ന്യൂയോർക്കിൽ ട്രംപ് ഒരു ബാർബറായും ഒരു റെസ്റ്റോറന്റ് മാനേജറായും ജോലി കണ്ടെത്തി. ബ്രോങ്സിലെ ജർമ്മൻ കുടിയേറ്റക്കാർ താമസിക്കുന്ന മോറിസാനിയ നെയ്ബർഹുഡിലെ 1006 വെസ്റ്റ്ചെസ്റ്റർ അവന്യൂവിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത്. 2ാം
വരവിലെ ആദ്യഘട്ടത്തിൽ കാര്യമായൊന്നും സമ്പാദിക്കാൻ ഫ്രെഡറിക് ട്രംപിന് സാധിച്ചില്ല. വടക്കൻ പർവ്വതങ്ങളിലെ രണ്ടാംകിട അടവുകൾ ന്യൂയോർക്കിൽ ഫലിച്ചില്ല എന്നതാണ് സത്യം. ക്വീൻസിൽ താമസിക്കുമ്പോൾ ട്രംപ് മാൻഹാട്ടനിലെ 60 വാൾ സ്ട്രീറ്റിൽ ഒരു ബാർബർ ഷോപ്പ് തുറന്നു. അവിടെ പതിവുകാരായ നിരവധി പരിചയക്കാരെ കിട്ടി. അവരിൽ നിന്നും വിവരമറിഞ്ഞ് ഫ്രെഡറിക് ട്രംപ് ജമൈക്ക അവന്യൂവിലെ ഒരു സ്ഥലം നോക്കാൻ പോയി. ഭൂമി ട്രംപിന് നന്നായി ബോധിച്ചു. മാസങ്ങൾ നീണ്ട വിലപേശലിന് ശേഷം ഏതാണ്ട് ചുളുവിലയ്ക്ക് ആ 4 ഏക്കർ ഭൂമി അദ്ദേഹം വാങ്ങുന്നു. പിന്നീട് ന്യൂയോർക്ക് നഗരത്തിലെ ഓരോ സ്ക്വയർ ഫീറ്റ് സ്ഥലവും ആര് വാങ്ങണമെന്നും ആർക്ക് വാടകയ്ക്ക് നൽകണമെന്നും തീരുമാനിക്കുന്ന തരത്തിൽ വളർന്ന ട്രംപ് കുടുംബത്തിന്റെ നഗരത്തിലെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഡീൽ. 2 വർഷത്തിന് ശേഷം വുഡ് ഹാവൻ അവന്യൂവിലെ ആ ഭൂമിയിൽ വലിയൊരു അപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച് അദ്ദേഹം തന്റെ കുടുംബത്തെ ആ ഭൂമിയിലെ കെട്ടിടത്തിലേക്ക് മാറ്റി. നിരവധി മുറികൾ വാടകയ്ക്ക് നൽകി. അവിടെ വെച്ച് അദ്ദേഹത്തിന് 4 മക്കൾ ജനിച്ചു. മരിയാൻ ട്രംപ് ബാരി, ഫ്രെഡ് സി ട്രംപ്, എലിസബത്ത് ജോൺ ഗ്രോ, റോബർട്ടസ് ട്രംപ്. 1918 മെയ് 29 ഫ്രെഡറിക് ട്രംപ് മരിച്ചു. നമ്മുടെ കഥാനായകൻ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ മുത്തച്ഛൻ ട്രംപിന്റെ കഥയാണ് നമ്മൾ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മരിക്കുമ്പോൾ ക്വീൻസിലെ 2 നിലകളിലായി 7 മുറികളുള്ള ഒരു വീട്, 5 പ്ലോട്ടുകൾ, പണമായി $4000, $3600 തുല്യമായ ഓഹരികൾ എന്നിവയായിരുന്നു ഫ്രെഡറിക് ട്രംപിന്റെ ആസ്തി. ഇതോടൊപ്പം 14 മോർട്ട്ഗേജ് ലോണുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. മരിക്കുമ്പോൾ ഫ്രെഡറിക് ട്രംപിന്റെ ആകെ ആസ്തി $31,359 ആണെന്ന് പിന്നീട് ജീവചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. 2025 കണക്കിൽ നോക്കിയാൽ ഏതാണ്ട് $6,35,228, 5.5 കോടി രൂപയോളം മാത്രം. വലിയൊരു ലെഗസിയൊന്നും അവശേഷിപ്പിച്ചല്ല ഫ്രെഡറിക് ട്രംപ് മരിച്ചത്. ബ്രിട്ടീഷ് കൊളംബിയയിൽ വേശ്യാലയങ്ങൾ നടത്തി അല്പം പണമുണ്ടാക്കിയ ഒരു ജർമ്മൻ കുടിയേറ്റക്കാരൻ എന്ന് മാത്രമേ ഫ്രെഡറിക് ട്രംപ് ആളുകൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ഫ്രെഡ് ട്രംപ്, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പിതാവ്, അങ്ങനെയായിരുന്നില്ല. ട്രംപ് കുടുംബം പിന്നീട് എന്തൊക്കെ ആയിത്തീർന്നു അതെല്ലാം ആരംഭിച്ചത് ഫ്രെഡ് ട്രംപിൽ നിന്നാണ്. കുടിലതയും പണത്തോടുള്ള അത്യാർത്തിയും മാത്രം നിറഞ്ഞ അയാളുടെ തലച്ചോറിൽ നിന്നാണ്. 4 മക്കളുണ്ടായിരുന്നെങ്കിലും ഫ്രെഡറിക് ട്രംപിന്റെ കാര്യഗൗരവമുള്ള മകൻ ഫ്രെഡ് ട്രംപ് ആയിരുന്നു. ചെറുപ്രായത്തിലെ തൊഴിലെടുക്കാൻ ഉത്സാഹിയായിരുന്നു ഫ്രെഡ് ട്രംപ്. ഫ്രെഡറിക് ട്രംപിന്റെ മരണശേഷം ഫ്രെഡും അമ്മയും ചേർന്ന് എലിസബത്ത് ട്രംപ് ആൻഡ് സൺ എന്ന പേരിൽ അച്ഛൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ തുടർന്നു. റിയൽ എസ്റ്റേറ്റ് എന്താണെന്നോ ഈ കമ്പനി വെച്ച് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോ അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വാശിയുണ്ടായിരുന്നു. 14 മോർട്ട്ഗേജ് ലോണുകളുണ്ട് പിതാവിന്റെ പ്രോപ്പർട്ടികളിൽ. ലോണുകൾ മുടങ്ങി അതിലൊന്നുപോലും ജപ്തി ചെയ്തു കൊണ്ടുപോകാൻ ഇടവരരുത് എന്ന് മാത്രം. കാർപ്പൻ്ററായും ട്യൂഷൻ ടീച്ചറായും ഡിഷ് വാഷറായും പ്രാദേശിക പത്രലേഖകനായും ഒക്കെ ഫ്രെഡ് അധിക സമയം ജോലി ചെയ്ത് പിതാവിന്റെ വസ്തുവകകൾ ജപ്തി ചെയ്യാതെ നോക്കി. ജോലിക്കിടെ പഠിച്ച് സ്പെഷ്യലൈസ്ഡ് കാർപ്പൻട്രിയിൽ ബിരുദം നേടി. അതായത് ട്രംപിന്റെ പിതാവ് നല്ലൊരു ആശാരിയായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും അംഗീകരിക്കില്ല. അച്ഛൻ ജനിച്ചപ്പോഴേ റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ ആയിരുന്നു എന്നാണ് പൊങ്ങച്ച സഞ്ചിയായ ഡൊണാൾഡ് ട്രംപ് തന്റെ ആത്മകഥയിൽ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1923 ജനുവരിയിൽ മരപ്പണിയിൽ ബിരുദം നേടിയ ശേഷം ട്രംപ് നിർമ്മാണ സ്ഥലങ്ങളിലേക്ക് തടിയെത്തിക്കുന്ന കരാറുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ട്രംപിന് പ്രായപൂർത്തിയാകുന്നതുവരെ, അതായത് 21 വയസ്സ് തികയുന്നതുവരെ ഫ്രെഡിന്റെ മാതാവ് എലിസബത്ത് തന്നെയാണ് കെട്ടിടങ്ങളിലെ വാടക പിരിച്ചിരുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നതും. 1924 21 വയസ്സ് തികഞ്ഞ ഫ്രെഡ് ട്രംപ് തന്റെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് സംരംഭം ഏറ്റെടുത്തു. $800 മാത്രം ചിലവ് വരുന്ന ഒരു ചെറിയ വീട് പണിത് നൽകി. വിറ്റത് $1400. ഈ ലാഭം ഫ്രെഡ് ട്രംപിനെ പ്രലോഭിപ്പിച്ചു. അച്ഛന്റെ വഴി പിന്തുടരാനും ഒരു മുഴുവൻ സമയ ബിൽഡർ ആവാനും ഫ്രെഡ് ഒരുങ്ങിയിറങ്ങി. 1926 ഫ്രെഡ് ട്രംപ് അടുത്ത സംരംഭം ആരംഭിച്ചു. ക്വീൻസിലെ ഹോളിസിൽ 19 വീടുകൾ കൂടി നിർമ്മിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ പണി പാതിയിൽ നൽകിയ പണം തീർന്നു. പ്രത്യേകിച്ച് പശ്ചാത്തലമില്ലാത്ത ഫ്രെഡിനെ സഹായിക്കാൻ ബാങ്കുകളും മുന്നോട്ട് വന്നില്ല. ഒടുക്കം പണി പൂർത്തിയാവും മുമ്പ് 19 വീടുകളും മറ്റൊരു ബിൽഡർക്ക് വിൽക്കേണ്ടി വന്നു. ഇതിനിടെ വ്യക്തിപരമായ ഒരു തിരിച്ചടി കൂടി ഫ്രെഡിന് ലഭിക്കുന്നുണ്ട്. അമേരിക്കയിലെ വെള്ളക്കാരുടെ മൗലികവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ കുറ്റകൃത്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ കുറ്റമുക്തനാക്കപ്പെടുകയായിരുന്നു. റിയൽ എസ്റ്റേറ്റിൽ തനിക്ക് ആദ്യമുണ്ടായ വിജയം ആവർത്തിക്കുന്നതിന് ഫ്രെഡ് പല പണിയും പയറ്റി. ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തു. 1933 ട്രംപ് ക്വീൻസിലെ വുഡ് ഹാവനിൽ ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ ആധുനിക സൂപ്പർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥാപനം ആരംഭിക്കുന്നു. ട്രംപ് മാർക്കറ്റ് എന്നാണ് അതിന് പേരിട്ടത്. ലോങ് ഐലൻഡിലെ കിങ് കുള്ളൻ എന്ന സ്വയം സേവന സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചത്. ട്രംപിന്റെ സ്റ്റോറിന്റെ മുദ്രാവാക്യം സേവ് യുവർ സെൽഫ് ആൻഡ് സേവ് എന്നതായിരുന്നു. ലാഭവും ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവും സമ്മേളിച്ച സ്ഥാപനം വലിയ വിജയമായി. സ്റ്റോർ തുടങ്ങി 6 മാസത്തിനു ശേഷം ട്രംപ് അത് കിങ് കുള്ളന് തന്നെ വൻ ലാഭത്തിൽ വിറ്റു. ഒരു അവികസിത പ്രദേശത്ത് ചെല്ലുക, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റോ ഹോട്ടലോ തുടങ്ങി കുറച്ചുകാലം നടത്തി വലിയ
പദ്ധതിയെ വിജയമാക്കുക, അത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുക. ഈ ബിസിനസ് തന്ത്രം ഫ്രെഡിനെ നന്നായി ബോധിച്ചു. രണ്ടാമത്തെ ബ്രേക്ക് ത്രൂ അധികം വൈകിയില്ല. 1934 ട്രംപും ഒരു പങ്കാളിയും ചേർന്ന് ബ്രൂക്ലിനിലെ ജെ ലെഹ്റൻ ക്രൗസ് കോർപ്പറേഷന്റെ മോർട്ട്ഗേജ് സർവീസിംഗ് സബ്സിഡിയറി സ്വന്തമാക്കി. നിരവധി ഹോം ലോണുകൾ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമായിരുന്നു അത്. പാപ്പരായ ആ കമ്പനി വിൽക്കാൻ വെച്ചപ്പോൾ ട്രംപ് ചെന്ന് വാങ്ങുകയായിരുന്നു. ഇതോടെ ട്രംപിന് ജപ്തിയിലേക്ക് അടുക്കുന്ന നിരവധി സ്വത്തുക്കളുടെ അവകാശം ലഭിച്ചു. അവയെല്ലാം അദ്ദേഹം സ്വന്തം പേരിലാക്കി വീടുകൾ നിർമ്മിച്ച് വലിയ ലാഭത്തിൽ വിറ്റു. ഈ സംരംഭത്തോടെ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും വിജയകരമായ ബിസിനസ്സുകാരിൽ ഒരാളായി ഫ്രെഡ് ട്രംപിന് പെട്ടെന്ന് പ്രശസ്തി നേടിക്കൊടുത്തു. ഫ്രെഡിന്റെ പിതാവ് ഫ്രെഡറിക് ട്രംപിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അധികാര കേന്ദ്രവുമായി അടുത്തു നിന്നാൽ പണമുണ്ടാക്കാനുള്ള വഴികൾ തനിയെ തുറന്നു വരുമെന്ന സൂത്രം. അത് ഫ്രെഡ് ട്രംപ് സമർത്ഥമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1934 തന്നെ മൂന്നാമത്തെ മലങ്കോള് ഫ്രെഡ് ട്രംപിന് ലഭിക്കുന്നത്. അമേരിക്കയിൽ ആ വർഷമാണ് നാഷണൽ ഹൗസിംഗ് ആക്ട് നടപ്പിലായത്. വീടില്ലാത്ത സാധാരണക്കാർക്ക് ചെറിയ വിലയിൽ സർക്കാർ തന്നെ അപ്പാർട്ട്മെന്റുകൾ വിൽക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന FHA ആയിരുന്നു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലക്കാർ. ഇത് തനിക്ക് മികച്ച അവസരമാണെന്ന് ഫ്രെഡ് ട്രംപ് മനസ്സിൽ കണ്ടു. അദ്ദേഹം ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ചാക്കിട്ടു. അവർക്ക് പണവും പാരിതോഷികങ്ങളും വാരിക്കോരി നൽകി. അങ്ങനെ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ സാധാരണക്കാർക്കായുള്ള വീടുകൾ നിർമ്മിക്കാൻ സ്ഥിരമായി ഫ്രെഡ് ട്രംപിന് കരാറുകൾ നൽകാൻ തുടങ്ങി. FHAയുടെ പാർപ്പിട സബ്സിഡികളും ട്രംപിന് അവർ വാരിക്കോരി നൽകി. അതായത് ഫ്രെഡ് തന്റെ വസ്തുവിൽ വീടുകൾ ഉണ്ടാക്കും. ഈ വീടുകൾ ഉണ്ടാക്കാനുള്ള തുകയുടെ 60% വരെ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ സബ്സിഡിയായി ട്രംപിന് നൽകും. അവസാനം വീട് പണി പൂർത്തിയാകുമ്പോൾ ട്രംപ് തനിക്ക് തോന്നിയ മാർക്കറ്റ് വിലയ്ക്ക് വീടുകൾ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷന് തന്നെ തിരിച്ചു വിൽക്കും. ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ അത് അതിലും വളരെ ചെറിയ വിലയ്ക്ക് പാവങ്ങൾക്ക് നൽകും. അതായത് സർക്കാരിന് 2 തവണയാണ് നഷ്ടം നേരിടുക. ഒന്ന്, വീട് പണിയാനുള്ള തുകയുടെ പകുതിയിൽ കൂടുതൽ ട്രംപിന് നൽകുകയും വേണം. അയാൾ പറയുന്ന തുകയ്ക്ക് വീടുകൾ തിരിച്ചു വാങ്ങുകയും വേണം. 1936 ആയപ്പോഴേക്കും ഫ്രെഡ് ട്രംപ് $3000 മുതൽ $6000 വരെ വിലമതിക്കുന്ന ഇത്തരം 400 വീടുകൾ നിർമ്മിച്ച് FHAക്ക് കൈമാറി. പുട്ടുചുടും പോലെയാണ് അക്കാലത്ത് ഫ്രെഡ് ട്രംപ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അതിലയാളെ സമ്മതിച്ച് പറ്റുമായിരുന്നുള്ളൂ. അത്ര വേഗത്തിലായിരുന്നു ഫ്രെഡ് ട്രംപിന്റെ ഡെലിവറി. ഒരേ സമയം 100 കണക്കിന് സൈറ്റുകളിൽ പണി നടക്കുന്നത് സമർത്ഥമായി ഏകോപിപ്പിക്കപ്പെട്ടിരുന്നു. 1938 ബ്രൂക്ലിൻ ഡെയിലി ഈഗിൾ ട്രംപിനെ വീട് നിർമ്മാണ വ്യവസായത്തിലെ ഹെൻറി ഫോർഡ് എന്ന് വിശേഷിപ്പിച്ചു. കാരണം ഹെൻറി ഫോർഡ് കാർ നിർമ്മാണത്തിന് അസംബ്ലി ലൈൻ കണ്ടുപിടിച്ചതുപോലെ വീടുകൾ നിർമ്മിക്കാൻ ട്രംപും സ്വന്തമായ ഒരു അസംബ്ലി ലൈൻ തന്നെ സൃഷ്ടിച്ചിരുന്നു. 1934 മുതൽ 38 വരെ ബ്രൂക്ലിനിൽ 2000 വീടുകളാണ് ഇത്തരത്തിൽ സർക്കാർ സബ്സിഡി ഉപയോഗിച്ച് ഫ്രെഡ് ട്രംപ് നിർമ്മിച്ചത്. ഇതിനിടെ ന്യൂയോർക്കിലെ ഒരു ഡാൻസ് പാർട്ടിക്കിടെ ഫ്രെഡ് ട്രംപ് തന്റെ ഭാവി വധുവിനെ കണ്ടെത്തി. സ്കോട്ട്ലൻഡിൽ നിന്നുള്ള കുടിയേറ്റക്കാരി മേരി ആൻ മക്ലിയോട്. 1936 ജനുവരി 11 ഇവർ വിവാഹിതരായി. അവർക്ക് 5 മക്കൾ ജനിച്ചു. മാരിയാനെ ട്രംപ് ബാരി, ഫ്രെഡ് ട്രംപ് ജൂനിയർ, എലിസബത്ത് ജോൺ ഗ്രോ, റോബർട്ട് എസ് ട്രംപ്, പിന്നെ നമ്മുടെ നായകൻ ഡൊണാൾഡ് ട്രംപും. അങ്ങനെയിരിക്കെ രണ്ടാം ലോക മഹായുദ്ധമെത്തി. Yesterday, December 7th, 1941, a date which will live in infamy. പേൾ ഹാർബർ ആക്രമണത്തെയും ജപ്പാനെതിരെ അമേരിക്കയുടെ യുദ്ധപ്രഖ്യാപനത്തെയും തുടർന്ന് ആഭ്യന്തര ഭവന നിർമ്മാണ റെഗുലേഷനുകൾ സർക്കാർ ഉദാരമാക്കി. ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പിടിപാടുണ്ടായിരുന്ന ഫ്രെഡ് ട്രംപിന് തന്നെയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് മുറിവുപറ്റിയ സൈനികർക്കായി വീട് പണിയാനുള്ള കരാറുകൾ ലഭിച്ചത്. പട്ടാളക്കാർക്കായി 1360 വീടുകളും നോർഫോക്കിലെയും വെർജീനിയയിലെ ന്യൂപോർട്ട് ന്യൂസിലെയും പ്രധാന കപ്പൽശാലകൾക്കും പെൻസിൽവാനിയയിലെ ചെസ്റ്ററിന് സമീപം US നാവികസേന ഉദ്യോഗസ്ഥർക്കായി ബാരക്കുകളും പൂന്തോട്ട അപ്പാർട്ട്മെന്റുകളും അദ്ദേഹം നിർമ്മിച്ചു. ഇതിൽ നിന്നെല്ലാമായി ലാഭമായി കിട്ടിയത് $40 മില്യൺ യുദ്ധത്തിന് ശേഷം മടങ്ങിയെത്തിയ സൈനികരുടെ കുടുംബങ്ങൾക്കായി ഇടത്തരം വരുമാനമുള്ള ഭവന നിർമ്മാണത്തിലേക്ക് ട്രംപ് തന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചു. 1947 മുതൽ 1949 വരെയുള്ള കാലം കൊണ്ട് ബെൻസൺ ഹിൽസിൽ അദ്ദേഹം ഷോർ ഹാവൻ എന്ന ബഹുനില പാർപ്പിട സമുച്ചയം സ്ഥാപിച്ചു. 30 ഏക്കർ പ്ലോട്ടിൽ വിസ്തരിച്ചു കിടന്ന സമുച്ചയത്തിൽ 32 6 നില കെട്ടിടങ്ങളും ഒരു ഷോപ്പിംഗ് സെന്ററും ഉൾപ്പെടുന്നു. ഈ പ്രൊജക്ടിനു വേണ്ടി മാത്രം ഏതാണ്ട് $9 മില്യൺ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഫ്രെഡ് ട്രംപിന് നൽകി. 1950 കോണി ഐലൻഡിന് സമീപം 40 ഏക്കറിൽ 23 കെട്ടിടങ്ങളുള്ള ബീച്ച് ഹാവൻ അപ്പാർട്ട്മെന്റുകൾ അദ്ദേഹം നിർമ്മിച്ചു. ഇതിന് അദ്ദേഹത്തിന് FHAയുടെ $16 മില്യൺ ഫണ്ടിംഗ് ലഭിച്ചു. 1945 മുതൽ 1950 വരെയുള്ള 5 വർഷം കൊണ്ട് വൻകിട പാർപ്പിട പദ്ധതികളുടെ ഭാഗമായി ട്രംപ് പണിത അപ്പാർട്ട്മെന്റുകളുടെ എണ്ണം 2700 കവിഞ്ഞു. എന്നാൽ ഇതൊരു അപകടകരമായ പോക്കായിരുന്നു. ട്രംപിന്റെ വളർച്ചയിൽ അസ്വസ്ഥരായ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ന്യൂയോർക്കിലെമ്പാടും ഉണ്ടായിരുന്നു. അവർ സ്വതന്ത്ര അന്വേഷണങ്ങൾ നടത്തി. 1954 തുടക്കത്തിൽ പ്രസിഡന്റ് ഡ്വൈറ്റ് സി ഐസൻഹോവറും മറ്റ് ഫെഡറൽ നേതാക്കളും റിയൽ എസ്റ്റേറ്റ് ലാഭം കൊയ്യുന്ന ഫ്രെഡ് ട്രംപ് അടക്കമുള്ളവരെ കൊള്ളലാഭക്കാരായ പെരിച്ചാഴികൾ എന്ന് വിശേഷിപ്പിച്ച് ഒരു അസാധാരണ റൂളിംഗ് തന്നെ പുറത്തിറക്കി. FHAയിലെ ഉദ്യോഗസ്ഥരെ കൈമണിയടിച്ച് സബ്സിഡികൾ നേടിയെടുക്കുന്ന കള്ളക്കളി അതോടെ നിലച്ചു. അതേ വർഷം ഗവൺമെന്റ് കരാറുകളിൽ നിന്ന് ലാഭം കൊയ്യുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന 35 നഗരനിർമ്മാണ മാഫിയകളുടെ പട്ടികയിൽ ന്യൂയോർക്ക് ടൈംസ് ട്രംപിനെ ഉൾപ്പെടുത്തി. ഇതിനിടെ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനെ പറ്റിച്ച് തന്നെ ഏതാണ്ട് $100 മില്യൺ ഫ്രെഡ് ട്രംപ് നേടിക്കഴിഞ്ഞിരുന്നു. ഇന്നത് ഏതാണ്ട് $1.5 ബില്യൺ വരും. 1961
2021 ന്യൂയോർക്ക് മേയർ റോബർട്ട് ഫാഗ്നർ ജൂനിയറിന്റെ റീഇലക്ഷൻ പ്രചാരണത്തിന് ട്രംപ് $2,500 സംഭാവന ചെയ്തു. ഇത് കോണി ഐലൻഡിലെ ഒരു വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയമായ ട്രംപ് വില്ലേജിന്റെ നിർമ്മാണത്തിന് അനുകൂലമായ അനുമതികൾ നേടിയെടുക്കാൻ അയാളെ സഹായിച്ചു. 1964 $70 മില്യൺ ചെലവിട്ടാണ് ട്രംപ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത്. ട്രംപിന്റെ ഏറ്റവും വലുതും അവസാനത്തേതുമായ പ്രധാന പദ്ധതികളിലൊന്നായിരുന്നു അത്. അദ്ദേഹത്തിന് പേര് വഹിക്കുന്ന ഒരേയൊരു പദ്ധതി. ഇക്കാലത്തിനിടയ്ക്ക് ബ്രൂക്ലിൻ, കോണി ഐലൻഡ്, ബേഴ്സൺഹേഴ്സ്റ്റ്, ഷീപ്സ് ഹെഡ് ബേ, ഫ്ലാറ്റ് ബുഷ്, ബ്രൈറ്റൺ ബീച്ച് എന്നിവയടങ്ങുന്ന ബ്രൂക്ലിൻ പ്രദേശത്തും ഫ്ലഷിംഗ്, ജമൈക്ക എസ്റ്റേറ്റുകൾ അടങ്ങുന്ന ക്വീൻസിലുമായി ന്യൂയോർക്ക് നഗരത്തിൽ 27,000-ലധികം താഴ്ന്ന വരുമാനമുള്ള അപ്പാർട്ട്മെന്റുകളും റോ ഹൗസുകളും ഫ്രെഡ് ട്രംപ് നിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട് എന്നാണ് കണക്ക്. 1966 അമിത ലാഭമുണ്ടാക്കിയതിന് ട്രംപിനെതിരെ വീണ്ടും അന്വേഷണം നടന്നു. ഇത്തവണ ന്യൂയോർക്ക് സ്റ്റേറ്റ് അതോറിറ്റിയായിരുന്നു അന്വേഷകർ. ഒരു സംസ്ഥാന ഭവന പദ്ധതിക്കായി ട്രംപിന്റെ കമ്പനിയാണ് നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് നൽകിയത്. ഉപകരണ വാടകയിൽ അദ്ദേഹം $5,98,000 അമിത ലാഭം നേടിയെന്നും വാടക പെരുപ്പിച്ച് കാണിക്കുകയാണെന്നുമായിരുന്നു പരാതി. 1966 ജനുവരി 27 ഫ്രെഡ് ട്രംപ് കോടതിയിലെത്തി താൻ വ്യക്തിപരമായ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകി. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായില്ല. പകരം സംസ്ഥാനത്തിന്റെ ഭവന പദ്ധതിക്ക് കർശനമായ ഭരണ പ്രോട്ടോകോളുകൾ ഉത്തരവാദിത്വവും ആവശ്യമാണെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസുകളുടെ എല്ലാം ഫലമായി 1966 മാർച്ച് 31 ട്രംപിനെ FHAയുടെ പട്ടികയിൽ നിന്നും മറ്റ് സർക്കാർ സ്വകാര്യ പാർട്ണർഷിപ്പ് പദ്ധതികളിൽ നിന്നും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. What is the secret of your success? There is no secret. There are just two things. One, you must like what you do. You must pick out the right business or profession. ഇതുകൊണ്ടൊന്നും കറുത്ത കുതിരയായ ഫ്രെഡ് ട്രംപിനെ പിടിച്ചുകെട്ടാനായില്ല. ബിനാമി പേരുകളിൽ സർക്കാർ പദ്ധതികൾ അടിച്ചുമാറ്റി കോടിക്കണക്കിന് ഡോളർ അയാൾ പിന്നെയും ഉണ്ടാക്കി. പാർക്കുകൾ, ഭവന പദ്ധതികൾ, പൂന്തോട്ടങ്ങൾ, സ്മാരകങ്ങൾ, ലൈബ്രറികൾ, സർക്കാർ സമുച്ചയങ്ങൾ എല്ലാം പണിതു. എല്ലാത്തിലും കൈയിട്ട് വാരി. ന്യൂയോർക്ക് നിവാസികൾ അയാൾക്ക് ആ പേര് ഉറപ്പിച്ച് പതിച്ചു നൽകി. ന്യൂയോർക്കിലെ പെരിച്ചാഴി ഫ്രെഡ്. സകലത്തിലും കള്ളപ്പണിയായിരുന്നു. അതിന് തക്കവണ്ണം കേസുകളും. 100 കണക്കിന് അന്വേഷണങ്ങൾ ഫ്രെഡ് ട്രംപ് നേരിട്ടു. കറുത്ത വർഗ്ഗക്കാർക്ക് ട്രംപ് അപ്പാർട്ട്മെന്റുകൾ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കേസ് വരെയുണ്ടായി. ഈ കേസിൽ അടച്ച് തടിയൂരി. എന്നാൽ പിന്നീടും തന്റെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ട്രംപ് കറുത്ത വർഗ്ഗക്കാരെ അകറ്റി നിർത്തി. അപ്പാർട്ട്മെന്റുകളുടെ ഡൗൺ പേയ്മെന്റ് ഒറ്റയടിക്ക് $500 വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിനയാൾ കണ്ടെത്തിയ സൂത്രം. ട്രംപിന്റെ വുഡ് ഹാവൻ അപ്പാർട്ട്മെന്റുകളിലും നോർഫോക്ക് ടവറിലും നിറയെ പെരിച്ചാഴികളാണെന്ന് പറഞ്ഞ് താമസക്കാർ മറ്റൊരു കേസ് നൽകി. വാടക നൽകാതെ 2 മാസത്തെ നിസ്സഹകരണ സമരമായിരുന്നു. ഗുണ്ടകളെ ഉപയോഗിച്ച് ക്രൂരമായാണ് ഈ സമരത്തെ ഫ്രെഡ് ട്രംപ് നേരിട്ടത്. പക്ഷേ ഈ കേസിൽ ഫ്രെഡ് ട്രംപ് അറസ്റ്റിലായി. $1,000 ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇത്തരം കൊടുമകളെല്ലാം ചെയ്യുന്നവർ സാധാരണയായി കയറിപ്പറ്റുന്ന ലിസ്റ്റുണ്ട്. ഫോബ്സ് 400 ലിസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ധനികരായ 400 പേരിൽ ഒരാളായി. 1982 ഫോർബ്സ് 400 ലിസ്റ്റിൽ ഫ്രെഡ് ട്രംപ് സ്ഥാനം പിടിച്ചു. $300 മില്യൺ ആസ്തി. ഇന്നത്തെ കണക്കിൽ $2 ബില്യൺ. 1999 ജൂൺ 25 95-ാം വയസ്സിലാണ് ഫ്രെഡ് ട്രംപ് മരിക്കുന്നത്. അതിനിടെ നമ്മുടെ കഥാനായകൻ ഡൊണാൾഡ് ട്രംപ് അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് ഒരു ലെവലിലാക്കിയിരുന്നു. ഇനി അതിലേക്കാണ്. അച്ഛൻ ഫ്രെഡ് ട്രംപ് മരിക്കുമ്പോൾ താൻ സമ്പാദിച്ച $300 മില്യൺ $200 മില്യൺ ആസ്തിയാണ് മകൻ ഡൊണാൾഡ് ട്രംപിന് നൽകിയത്. എപ്പോഴും എടുത്തുപയോഗിക്കാവുന്ന തരത്തിൽ പ്രോപ്പർട്ടികളും ഓഹരികളുമായിരുന്നു ഇതിൽ ഭൂരിഭാഗവും. പണമായി $1.9 മില്യൺ മാത്രം. മാസം $3 ലക്ഷം വാടക വരുമാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആസ്തി കയ്യിൽ വരുമ്പോഴല്ല യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് നഗരത്തിന്റെ അപ്പനാവാൻ തുടങ്ങിയത്. അതിനുമേറെ മുന്നേ ന്യൂയോർക്കിലെ പെരിച്ചാഴിയായ പിതാവിൽ നിന്ന് അയാൾ ഏറെ പഠിച്ചു കഴിഞ്ഞിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ മിലിറ്ററിയെ വലിപ്പിച്ച് അച്ഛൻ ട്രംപ് കോടീശ്വരനായിരിക്കുന്ന കാലത്താണ് 4ാമത്തെ സന്തതിയായി 1946 ജൂൺ 14 ഡൊണാൾഡ് ട്രംപ് ജനിക്കുന്നത്. തന്റെ ഭാഗ്യ നക്ഷത്രമെന്ന് ഫ്രെഡ് ട്രംപ് ഡൊണാൾഡിനെ വിളിച്ചു. അന്ന് തന്നെ ഡൊണാൾഡിന്റെ പേരിൽ അദ്ദേഹം ഒരു ട്രസ്റ്റ് ഫണ്ട് തുടങ്ങി. എല്ലാ വർഷവും $20,000 വീതം ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തത്. ഇന്നത്തെ കണക്കിൽ ആ തുക പ്രതിവർഷം ഏതാണ്ട് $2,65,000 വരും. അതായത് 8ാം വയസ്സിലെ സ്വന്തം നിലയ്ക്കൊരു മില്യണയർ ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. ട്രംപ് 7ാം ക്ലാസ് വരെ പഠിച്ചത് ക്യൂ ഫോറസ്റ്റ് സ്കൂളിലാണ്. സെക്കൻഡറി സ്കൂൾ പൂർത്തിയാക്കാൻ പിതാവ് അദ്ദേഹത്തെ ന്യൂയോർക്ക് മിലിറ്ററി അക്കാഡമി എന്ന സ്വകാര്യ ബോർഡിംഗ് സ്കൂളിലാണ് ചേർത്തത്. 13 വയസ്സിനിടെ അവിടെ 7 ബ്ലാക്ക് മാർക്കുകളാണ് ഡൊണാൾഡ് ട്രംപ് നേടിയത്. സഹപാഠികളെ ഇടിക്കുക, അവരെ അവമതിക്കുക, പെൺകുട്ടികളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുക തുടങ്ങി പലതരം മിസ്ബിഹേവിംഗ്. പരാതികൾ കൂടിയപ്പോൾ ഒടുവിൽ ഡൊണാൾഡിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. വീട്ടിലെത്തിയ ട്രംപിനോട് ഇനി പഠിക്കണോ എന്നായിരുന്നു പിതാവിന്റെ ചോദ്യം. വേണ്ട, എനിക്ക് ടെലിവിഷൻ പ്രൊഡ്യൂസർ ആയാൽ മതി, അതിന് $10 മില്യൺ തരണമെന്നായിരുന്നു ഡൊണാൾഡിന്റെ മറുപടി. എന്തായാലും അതിൽ അച്ഛൻ ട്രംപിന് വിശ്വാസം അത്ര പോരായിരുന്നു. അദ്ദേഹം മകനെ തുടർന്ന് പഠിപ്പിക്കാൻ വിട്ടു. 1966 പെൻസിൽവാനിയ
പെൻസിൽവാനിയ സർവകലാശാലയിലെ വാർട്ടൺ സ്കൂളിൽ നിന്ന് ട്രംപ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാച്ചിലർ ബിരുദം നേടി. വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. ഡൊണാൾഡിന്റെ വലത് കാൽമുട്ടിന് മുകളിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അതുപയോഗിച്ച് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നിർബന്ധിത വിയറ്റ്നാം യുദ്ധ ഡ്യൂട്ടിയിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവായി ഇപ്പോഴത്തെ വലിയ രാജ്യസ്നേഹക്കാരനായ ഡൊണാൾഡ് ട്രംപ്, അപ്പൂപ്പന്റെ യഥാർത്ഥ കൊച്ചുമകൻ. പഠനം കഴിഞ്ഞ 1968 മുതൽ ട്രംപ് പിതാവിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ട്രംപ് മാനേജ്മെന്റിൽ ജോലി ചെയ്തു. ന്യൂയോർക്ക് നഗരത്തിലെ ഔട്ടർ ബറോകളിലാണ് ഡൊണാൾഡ് സ്ഥലം വാങ്ങാൻ കൂടുതലായി ശ്രദ്ധിച്ചത്. കൂടുതൽ നിർമ്മാണ കരാറുകൾ എടുക്കുന്നതിന് പകരം വാടക വരുമാനം കൂട്ടാനായിരുന്നു ശ്രമം. അതുകൊണ്ട് തന്നെ സ്വന്തം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകി. 1971 ഡൊണാൾഡിനെ പിതാവ് കമ്പനിയുടെ പ്രസിഡന്റാക്കി. ട്രംപ് ഓർഗനൈസേഷനെ ഒരു അംബ്രല ഓർഗനൈസേഷനാക്കി നിരവധി കമ്പനികൾ രജിസ്റ്റർ ചെയ്തു. ട്രംപിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായ പുസ്തകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദി ട്രംപ്സിന്റെ രചയിതാവ് ഗെൻഡ ബ്ലെയർ അക്കാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, കോട്സ്, പക്ഷെ അത് കുടുംബത്തിന്റെയും ബിസിനസിന്റെയും ഒരുതരം ധാർമ്മികതയാണ്. തീർച്ചയായും ഡൊണാൾഡ് ബിസിനസിന്റെ തലവനാവുക മാത്രമല്ല, വർഷങ്ങളായി അച്ഛൻ വളർത്തിയെടുത്ത എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് സ്വീകരിക്കുകയായിരുന്നു. ഒരു വിലപേശൽ സാഹചര്യത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് കണ്ടെത്താനും പൂർണ്ണമായും മനസാക്ഷിയില്ലാത്തവനായിരിക്കാനുമുള്ള ആശയം മുഴുവനും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ് വന്നത്. എൻഡ് കോട്സ്. ക്വീൻസിലും ജമൈക്കയിലും അതുപോലെ ന്യൂയോർക്കിലെ ദരിദ്രമായ മറ്റു ബറോകളിലുമെല്ലാം ചതുപ്പ് പ്രദേശങ്ങളിൽ അക്കാലം ധാരാളം ചേരികളുണ്ടായിരുന്നു. ഇവിടെ അല്പം കൂലിത്തല്ലും പിടിച്ചുപറിയുമായി നടക്കുന്ന കറുത്തവർഗ്ഗക്കാരും തൊഴിൽ രഹിതരുമായ കുറച്ച് ചെറുപ്പക്കാരും ഇവരെ ചേർത്ത് ഒരു വിലപേശൽ മാഫിയ ഉണ്ടാക്കുകയാണ് റിയൽ എസ്റ്റേറ്റിൽ സജീവമായപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആദ്യം ചെയ്തത്. ഒരു സ്ഥലം നോട്ടമിട്ട് കഴിഞ്ഞാൽ എന്ത് തന്ത്രം ഉപയോഗിച്ചും ചുളുവിലയ്ക്ക് അത് വാങ്ങാൻ ട്രംപിനെ ഈ മാഫിയയും രാഷ്ട്രീയ ബന്ധങ്ങളും കുറച്ചൊന്നുമല്ല സഹായിച്ചത്. ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി സ്ഥലമുടമയുടെ പെൺമക്കളെ ചതിയിൽപ്പെടുത്തൽ വരെ ഈ മാഫിയ ട്രംപിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. ഗത്യന്തരമില്ലാതെ ട്രംപുമായി രാജിയാവുക എന്നല്ലാതെ സ്ഥലമുടമകൾക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. വെടക്കാക്കി തനിക്കാക്കുക എന്ന അപ്പൂപ്പന്റെ തന്ത്രം സമർത്ഥമായി പയറ്റുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അച്ഛനെ പോലെ വീടുകളും അപ്പാർട്ട്മെന്റുകളും നിർമ്മിക്കാൻ ഒരു അസംബ്ലി ലൈൻ മാതൃക തന്നെയാണ് ട്രംപ് പിന്തുടർന്നതെങ്കിലും ഇക്കാര്യത്തിൽ അച്ഛനെ പോലെ കാര്യശേഷി ഡൊണാൾഡിൽ ഉണ്ടായിരുന്നില്ല. 1991 ആയപ്പോഴേക്കും കഷ്ടിച്ച് 300 യൂണിറ്റുകൾ മാത്രമേ ഡൊണാൾഡ് ട്രംപിന് കൈമാറാൻ കഴിഞ്ഞുള്ളൂ. വിചാരിച്ച പോലെ നിർമ്മാണം മുന്നോട്ട് പോകാതായതോടെ കടം പെരുകി. 1991 2009 ഇടയിൽ അദ്ദേഹം തന്റെ 6 പ്രൊജക്ടുകൾ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. ഇത് ട്രംപിന്റെ മറ്റൊരു സൂത്രമായിരുന്നു. സത്യത്തിൽ ലോൺ എടുത്ത പണം അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത് കണക്കിൽപ്പെടാതെ സൂക്ഷിച്ചതിന് മറ്റുദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, നികുതി വെട്ടിക്കൽ. 2, ജപ്തി നടപടികളിൽ നിന്ന് രക്ഷപ്പെടൽ. 1992 ട്രംപും സഹോദരങ്ങളായ മാരിയൻ, എലിസബത്ത്, റോബർട്ട്, ബന്ധു ജോൺ ഡബ്ല്യു വാട്ടർ എന്നിവർക്ക് 20% ഓഹരി വീതമുള്ള ഓൾ കൗണ്ടി ബിൽഡിംഗ് സപ്ലൈ ആൻഡ് മെയിൻ്റനൻസ് കോർപ്പ് രൂപീകരിക്കപ്പെട്ടു. ഇതൊരു കറക്ക് കമ്പനിയായിരുന്നു. ട്രംപിന് തന്നെ പൂഴ്ത്തിവെച്ച കാശ് പലിശയ്ക്ക് കൊടുക്കുന്ന കടലാസ് കമ്പനി. $90 മില്യൺ കടം മറികടക്കാനും അത് തനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാനും പുതിയ കമ്പനിയുടെ രൂപീകരണത്തോടെ ട്രംപിന് സാധിച്ചു. കമ്പനിക്ക് ഓഫീസുകളില്ലായിരുന്നു. ട്രംപിന്റെ വാടക യൂണിറ്റുകൾക്ക് സേവനങ്ങളും സാധനങ്ങളും നൽകുന്ന വെണ്ടർമാർക്ക് പണം നൽകുന്നതിനും തുടർന്ന് ആ സേവനങ്ങളും സാധനങ്ങളും ട്രംപ് മാനേജ്മെന്റിന് 20 മുതൽ 50% വരെയോ അതിൽ കൂടുതലോ മാർക്കപ്പ് നൽകുന്നതിനും ഒരു ഷെൽ കമ്പനിയായിരുന്നു ഇതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇതിനിടെ 1985 തന്നെ ന്യൂയോർക്കിന്റെ പുറമ്പോക്കുകളായ ക്വീൻസ്, ജമൈക്ക ബറോകളിൽ നിന്ന് തന്റെ നിർമ്മാണം മാൻഹാട്ടനിലെ ഗ്ലാമറിലേക്ക് ഡൊണാൾഡ് ട്രംപ് പറിച്ചു നട്ടിരുന്നു. ഇതിനെക്കുറിച്ച് ദ ട്രംപ്സ് എന്ന പുസ്തകത്തിൽ ഗെൻഡ ബ്ലെയർ ഇങ്ങനെ പറയുന്നു, ശരി, ചിലപ്പോൾ ഡൊണാൾഡിനോട് എന്തിനാണ് മാൻഹാട്ടനിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്തമായ നിരവധി ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ തീർച്ചയായും പലപ്പോഴും ഉയർന്നു വരുന്നൊരു കാര്യം അയാൾക്ക് തന്റെ അച്ഛനുമായി മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നതാണ്. അതുകൊണ്ടായിരുന്നു മാൻഹാട്ടനിലേക്കുള്ള കൂടുമാറ്റം. പിതാവുമായി മത്സരിച്ചാലും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് തന്നെയായിരിക്കും വിജയിക്കുക. അപ്പോൾ പുത്രബാധ്യതയിൽ നിന്ന് അദ്ദേഹം മറ്റൊരു മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന പുതിയ കാല സ്റ്റാർട്ടപ്പുകളുടെ സ്ട്രാറ്റജിയാണ് അക്കാലത്ത് ഡൊണാൾഡ് ട്രംപ് പയറ്റിയിരുന്നത്. താൻ വലിയൊരു ബിൽഡറാണെന്നും തന്റെ ആയിരക്കണക്കിന് പ്രൊജക്ടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുജനത്തെയും ബാങ്കുകളെയും വിശ്വസിപ്പിക്കുക. അതിനുശേഷം വലിയ ലോണുകൾ നേടിയെടുക്കുക. അതിനുശേഷം മാത്രം ഈ പറഞ്ഞ പ്രൊജക്ടുകൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുക. 1978 തന്റെ കുടുംബത്തിന്റെ ആദ്യത്തെ മാൻഹാട്ടൻ സംരംഭമായ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിനോട് ചേർന്നുള്ള ഉപേക്ഷിക്കപ്പെട്ട കൊമഡോർ ഹോട്ടലിന്റെ നവീകരണത്തോടെ ട്രംപ് പൊതുജന ശ്രദ്ധ ആകർഷിച്ചു. 1980 ഉത്സവാന്തരീക്ഷത്തിൽ ഗ്രാൻഡ് ഹാത്ത് ഹോട്ടലായി അത് വീണ്ടും തുറന്നു. കൊമ്പന് നെറ്റിപ്പട്ടം പോലെ ട്രംപ് കുടുംബത്തിന്റെ ചിഹ്നം പേറുന്ന ട്രംപ് ടവറിന്റെ നിർമ്മാണമായിരുന്നു അടുത്തത്. ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ ഇത്തരമൊരു വൻ അപ്പാർട്ട്മെന്റ് സമുച്ചയം പണിതീർക്കാൻ ഡൊണാൾഡ് ട്രംപ് സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. 5th അവന്യൂവിൽ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തി. ന്യൂയോർക്കിന്റെ അഭിമാന ചിഹ്നമായിരുന്ന ബോൺവിറ്റ് ടെല്ലർ സ്റ്റോർ ഇരിക്കുന്ന സ്ഥലം ട്രംപ് സ്വപ്നം കാണാൻ തുടങ്ങി. ബോൺവിറ്റ് ടെല്ലർ ന്യൂയോർക്ക് നിവാസികൾക്ക് വെറുമൊരു ലക്ഷറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാത്രമായിരുന്നില്ല, അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു. ട്രംപ് അതിൽ കണ്ണുവെച്ചെന്നറിഞ്ഞപ്പോഴേ ന്യൂയോർക്കുകാർ പ്രതിഷേധവുമായി എത്തി. ആർട്ട് ഡെക്കോ ശൈലിയിൽ 2 ചെറു ടവറുകളെ കൂട്ടിയോജിപ്പിച്ച ആ കെട്ടിടം ഒരു ആർക്കിടെക്ചറൽ സൗന്ദര്യം തന്നെയായിരുന്നു. ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്ത വാറൻ ആൻഡ് വൈറ്റ്മോർ ആണ് ഈ കെട്ടിടവും ഡിസൈൻ ചെയ്തത്. അതുമാത്രവുമല്ല, ആ കെട്ടിടത്തിന്റെ അകത്തും പുറത്തുമായി അപൂർവമായ ആർട്ട് ഡെക്കോ കലാരൂപങ്ങളും കൊത്തിയെടുത്തിരുന്നു. ട്രംപ് ഇതെല്ലാം പൊളിച്ചു മാറ്റി മറ്റൊരു കണ്ണാടിക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ന്യൂയോർക്ക് നിവാസികൾക്ക് ഉറപ്പായിരുന്നു. ട്രംപ് ഇതൊന്നും വകവെച്ചില്ല. വിലപേശി
ശേഷി അയാൾ 1979 ജനുവരിയിൽ $15 മില്യൺ ആ കെട്ടിടം വാങ്ങി. അവിടെയുള്ള കലാരൂപങ്ങൾ പൊളിക്കില്ലെന്നും കെട്ടിടം പുനരുദ്ധരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന തന്റെ ഉറപ്പ് പിറ്റേ ദിവസം തന്നെ ട്രംപ് പൊളിച്ചടുക്കി. 3 ദിവസത്തിനുള്ളിൽ ബോൺവിറ്റ് ടെല്ലർ കെട്ടിടം വെറും കൽക്കൂമ്പാരമായി. അവിടെയുള്ള അപൂർവ കലാരൂപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. മാസങ്ങളോളം ന്യൂയോർക്കുകാർ പ്ലക്കാർഡുകളുമായി സ്ഥലത്ത് വന്ന് പ്രതിഷേധ സമരം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 1980 ട്രംപ് ടവറിന്റെ പണി തുടങ്ങി. 1983 പൂർത്തിയായി. ട്രംപ് കോർപ്പറേഷന്റെയും ട്രംപിന്റെ PACയുടെയും ആസ്ഥാനം ഈ കെട്ടിടത്തിലാണ്. 2019 വരെ അദ്ദേഹത്തിന്റെ പ്രാഥമിക വസതി കൂടിയായിരുന്നു ഇത്. 1988 16 ബാങ്കുകളടങ്ങിയ കൺസോർഷ്യത്തിൽ നിന്നുള്ള വായ്പ ഉപയോഗിച്ച് ട്രംപ് പ്ലാസ ഹോട്ടൽ സ്വന്തമാക്കി. എന്നാൽ ഹോട്ടൽ വ്യാപാരം ട്രംപിന് പറ്റിയ പണിയായിരുന്നില്ല. $10 മില്യൺ ഉപയോഗിച്ച് തുടങ്ങിയ കച്ചവടം അതിഥികൾ എത്താതായതോടെ പ്രതിസന്ധിയിലായി. 1992 ഈ ഹോട്ടൽ പാപ്പർ ഹർജിക്ക് അപേക്ഷ നൽകി. കേസ് കഴിഞ്ഞ് ട്രംപ് പ്ലാസ ഹോട്ടലിന്റെ നിയന്ത്രണം ബാങ്കുകൾ ഏറ്റെടുത്തു. 1995 ട്രംപ് $3 ബില്യൺ ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നു. ലോൺ എടുത്ത് പോരുക എന്നല്ലാതെ അത് തിരിച്ചടയ്ക്കാനുള്ള യാതൊരു ഉത്സാഹവും ഡൊണാൾഡ് ട്രംപ് കാണിച്ചില്ല. ചെയ്ത എല്ലാ ബിസിനസ്സും പൂർണ്ണ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ബാങ്കുകൾ ട്രംപിന് വായ്പ നൽകാൻ മത്സരിച്ചു. അയാൾ സൃഷ്ടിച്ച വ്യാജ പ്രതിച്ഛായയിൽ വിശ്വസിച്ചായിരുന്നു അത്. എന്നാൽ ഇതൊന്നും ട്രംപിനെ പിന്നോട്ടടുപ്പിച്ചിട്ടില്ല. 1996 40 വാൾ സ്ട്രീറ്റിലെ മിക്കവാറും ഒഴിഞ്ഞുകിടക്കുന്ന 71 നിലകളുള്ള അമ്പരചുംബിയായ കെട്ടിടം ട്രംപ് ഏറ്റെടുത്ത് നവീകരിച്ചു. പിന്നീട് ഇത് ട്രംപ് ബിൽഡിംഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അക്കാലത്തെ ട്രംപിനെ കുറിച്ച് വില്ലേജ് വോയ്സിൽ 1979 ജനുവരി 15 ലൈക്ക് ഫാദർ ലൈക്ക് സൺ അനാട്ടമി ഓഫ് എ യങ് പവർ ബ്രോക്കർ എന്ന ലേഖനത്തിൽ വെയിൻ ബാരറ്റ് ഇങ്ങനെ പറയുന്നു. കോട്സ്: റിയൽ എസ്റ്റേറ്റ് സംരംഭകർ പരസ്യത്തിന് പല വഴികൾ കണ്ടെത്താറുണ്ട്. ഇതുപോലെ ട്രംപ് തനിക്ക് വേണ്ടപ്പോൾ ഓരോ സംഖ്യയും ഇരട്ടിയാക്കാനോ ഷേവ് ചെയ്യാനോ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ബ്രൂക്ലിൻ, സ്റ്റാറ്റൻ ഐലൻഡ്, ക്വീൻസ്, വെർജീനിയ, വാഷിംഗ്ടൺ DC, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലെ 22,000 യൂണിറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഫെഡറൽ കോടതിയിൽ അദ്ദേഹം നൽകിയ സാക്ഷ്യത്തിൽ മൊത്തം 12,000 യൂണിറ്റുകൾ യഥാർത്ഥത്തിൽ ഉടമസ്ഥതയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമാണെന്ന് കണ്ടെത്തി. വലിപ്പമോ കൃത്യമായ ഡോളർ മൂല്യമോ എന്തു തന്നെയായാലും ട്രംപ് കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ വംശീയ, സാമ്പത്തിക, ലൈംഗിക സ്വഭാവത്തെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല. വാടകക്കാർ കൂടുതലും വെള്ളക്കാരാണ്. ക്ഷേമനിധി സ്വീകരിക്കുന്ന ആളുകൾ ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നില്ല. ഗണ്യമായ പുരുഷ വരുമാനമുള്ള കുടുംബങ്ങൾ താമസിക്കുന്നു. എൻഡ് കോട്സ്. ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളും മാത്രമല്ല, കാസിനോകളുടെ നിർമ്മാണത്തിലും ഓപ്പറേഷനിലും ട്രംപിന് കൈപൊള്ളി. 1984 ട്രംപ് ഹോളിഡേ കോർപ്പറേഷന്റെ കീഴിൽ ട്രംപ് പ്ലാസയിൽ ഒരു ഹോട്ടലും കാസിനോയുമായ ഹാരാസ് തുറന്നു. അത് ലാഭകരമല്ലായിരുന്നു. 1986 മെയ് മാസത്തിൽ അദ്ദേഹം അതിൽ ഉടമസ്ഥാവകാശം ഒഴിഞ്ഞ് കൈകഴുകി. $70 മില്യൺ ആ വഴിക്ക് പോയി കിട്ടി. 1985 ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന അറ്റ്ലാന്റിക് സിറ്റി ഹിൽട്ടൺ ഹോട്ടൽ വാങ്ങി അതിന് ട്രംപ് കാസിൽ എന്ന് പുനർനാമകരണം ചെയ്തു. അവിടെ പ്രവർത്തിച്ചിരുന്ന 2 കാസിനോകളും 1992 അക്കൗണ്ടിലെ പണം തീർന്ന് പ്രവർത്തനം നിലയ്ക്കുന്ന ഘട്ടത്തിൽ ചാപ്റ്റർ 11 പ്രകാരം പാപ്പരത്ത സംരക്ഷണത്തിനായി കേസ് ഫയൽ ചെയ്തു. 1988 അറ്റ്ലാന്റിക് സിറ്റിയിലെ 3ാമത്തെ കാസിനോയായ ട്രംപ് താജ്മഹൽ വാങ്ങി. $675 മില്യൺ ജങ്ക് ബോണ്ടുകൾ ഉപയോഗിച്ചാണ് താജ്മഹൽ കാസിനോയ്ക്ക് ധനസഹായം നൽകിയത്. കേരളം വാങ്ങിയ മസാല ബോണ്ടുകൾ പോലെ. $1.1 ബില്യൺ ഇത് പൂർത്തിയാക്കി. 1990 ഏപ്രിലിൽ താജ്മഹൽ കാസിനോ പ്രവർത്തനവും തുടങ്ങി. അടുത്ത വർഷം പൂട്ടി. ന്യൂജേഴ്സി ഗെയിമിംഗ് കമ്മീഷന്റെ വ്യവസ്ഥകൾ പാലിക്കാത്തതും കെട്ടിവയ്ക്കാൻ പണമില്ലാത്തതുമായിരുന്നു കാരണം. 1991 ഈ കാസിനോയും ചാപ്റ്റർ 11 പാപ്പരത്തെ സ്യൂട്ട് ഫയൽ ചെയ്തു. പുനർനിർമ്മാണ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം അദ്ദേഹം തന്റെ പ്രാരംഭ ഓഹരിയുടെ പകുതി ഉപേക്ഷിച്ച് അതിൽ നിന്ന് തലയൂരുകയായിരുന്നു. താജ്മഹൽ കാസിനോയ്ക്കുണ്ടായിരുന്ന $90 മില്യൺ വ്യക്തിഗത കടം കുറയ്ക്കുന്നതിന് ട്രംപ് തന്റെ ഷട്ടിൽ എയർലൈൻസ് വിമാനങ്ങൾ, അദ്ദേഹത്തിന്റെ മെഗായാട്ടായ ട്രംപ് പ്രിൻസസ് എന്നിവ പണയം വെച്ചു. എന്നാൽ ഈ സംഭവത്തോടെ ഡൊണാൾഡ് ട്രംപ് ആകെ തകർന്നിരുന്നു. 4 പാപ്പർ ഹർജികൾ തുടർച്ചയായി നൽകിയതോടെ കയ്യിൽ 10 കാശില്ല. പണിയുന്ന വമ്പൻ പ്രൊജക്ടുകൾ വാങ്ങാനും വാടകയ്ക്കെടുക്കാനും ആളില്ല. എന്നാൽ ട്രംപ് എന്ന ഭാഗ്യാന്വേഷി അവിടെ നിന്നില്ല. 1995 ട്രംപ് ഹോട്ടൽസ് ആൻഡ് കാസിനോ റിസോർട്ട്സ് സ്ഥാപിച്ചു. അത് ട്രംപ് പ്ലാസയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തു. THCR 1996 താജ്മഹലും ട്രംപ് കാസിലും വാങ്ങി പിടിച്ചു നിൽക്കാൻ നോക്കി. പിന്നെയും 2004 2009 പാപ്പരായി. എല്ലാത്തിലുമായി 10% ഉടമസ്ഥാവകാശം മാത്രം ട്രംപിന് അവശേഷിച്ചു. അതായത് തന്റെ തറവാടിന്റെ നെറ്റിപ്പട്ടം പേറുന്ന ട്രംപ് ടവറിൽ പോലും വെറും 10% മാത്രമേ ട്രംപിന് ഉടമസ്ഥാവകാശമുള്ളൂ. 2009 വരെ ട്രംപ് ഹോട്ടൽസ് ആൻഡ് കാസിനോ റിസോർട്ട്സ് ചെയർമാനായി ഡൊണാൾഡ് ട്രംപ് തുടർന്നു. അതിനിടെ വമ്പൻ പദ്ധതികൾ പാളിയെങ്കിലും ചില ചെറുകിട സംരംഭങ്ങൾ വലിയ വിജയമായിരുന്നു. 1985 ട്രംപ് ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള മാറെ ലഗോ എസ്റ്റേറ്റ് സ്വന്തമായി. 1995 അദ്ദേഹം എസ്റ്റേറ്റിനെ ഒരു ഇനീഷ്യേഷൻ ഫീസും വാർഷിക കുടിശ്ശികയുമുള്ള സ്വകാര്യ ക്ലബ്ബാക്കി മാറ്റി. വീടിന്റെ ഒരു ഭാഗം ഒരു സ്വകാര്യ വസതിയാക്കി ട്രംപും താമസിച്ചു. 2019 അദ്ദേഹം ക്ലബിനെ തന്റെ പ്രാഥമിക വസതിയായി പ്രഖ്യാപിച്ചു. 1999 ആയപ്പോഴേക്കും ട്രംപ് ഗോൾഫ് കോഴ്സുകൾ നിർമ്മിക്കാനും വാങ്ങാനും തുടങ്ങി. 2016 ആയപ്പോഴേക്കും 17 ഗോൾഫ് കോഴ്സുകൾ ഡൊണാൾഡ് ട്രംപ് സ്വന്തമാക്കിയിരുന്നു. Do this interview with somebody else. Well, we talked about this yesterday on the phone. This is exactly what we talked about. Do the interview with somebody else. Really. Yeah, you don't need this. Do it with somebody else. And have a good time with it. Because frankly, you're a very negative guy. And I think it's very unfair reporting.
ഒരു TV സ്റ്റാർ ആവുക എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു. ഈ അഭിരുചി മനസ്സിൽ വെച്ച് 1970 ഒരു ബ്രോഡ്വേ കോമഡിയുടെ സഹനിർമ്മാതാവായിട്ടുണ്ട് ട്രംപ്. 1983 സെപ്റ്റംബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുട്ബോൾ ലീഗിലെ ഒരു ടീമായ ന്യൂജേഴ്സി ജനറൽസ് അദ്ദേഹം വാങ്ങി. ട്രംപിന്റെ $10 മില്യൺ ആ വഴിക്കും പോയി കിട്ടി. ട്രംപും അദ്ദേഹത്തിന്റെ പ്ലാസ ഹോട്ടലും അറ്റ്ലാന്റിക് സിറ്റി കൺവെൻഷൻ ഹാളിൽ നിരവധി ബോക്സിംഗ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവ നല്ല ലാഭമുണ്ടാക്കി. 1989-ലും 90-ലും ടൂർ ഡി ട്രംപ് സൈക്ലിംഗ് സ്റ്റേജ് റേസിന് അദ്ദേഹം തന്റെ പേര് നൽകി. ടൂർ ഡി ഫ്രാൻസ് അല്ലെങ്കിൽ ജിറോ ഡി ഇറ്റാലിയെ പോലുള്ള യൂറോപ്യൻ റേസുകൾക്ക് തുല്യമായ ഒരു അമേരിക്കൻ മത്സരം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു ഇത്. ഇതിനിടെ മറ്റൊരു തട്ടിപ്പും ട്രംപ് നടത്തി. 1986 മുതൽ 1988 വരെ വിവിധ ലിസ്റ്റഡ് കമ്പനികളിൽ ഗണ്യമായ ഓഹരികൾ അദ്ദേഹം വാങ്ങിയിരുന്നു. അതേസമയം ഇതേ കമ്പനികൾ താൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് തന്റെ പബ്ലിക് ഫിഗർ ഇമേജ് ഉപയോഗിച്ച് സൂചന നൽകുകയും പിന്നീട് ലാഭത്തിനായി തന്റെ ഓഹരികൾ വിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഇലോൺ മസ്ക് ഓപ്പൺ എയുടെ കാര്യത്തിലെല്ലാം ചെയ്യും പോലെ ഇതൊരു തരം ഗ്രീൻ മെയിൽ ഇടപാടാണെന്ന് ചില ഓഹരി വിപണി നിരീക്ഷകർക്ക് എളുപ്പത്തിൽ പിടികിട്ടി. തുടക്കത്തിൽ ഇത്തരം ഓഹരി ഇടപാടുകളിലൂടെ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചുവെന്ന് ന്യൂയോർക്ക് ടൈംസും കണ്ടെത്തി. എന്നാൽ നിക്ഷേപകർ അദ്ദേഹത്തിന്റെ ഏറ്റെടുക്കൽ പ്രസംഗം ഗൗരവമായി കാണുന്നത് നിർത്തിയതോടെ ആ നേട്ടങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു. ട്രംപിന്റെ അവസാനത്തെ പ്രധാന നിർമ്മാണ പദ്ധതി 2008 തുറന്ന ചിക്കാഗോയിലെ 92 നിലകളിലുള്ള മിക്സഡ് യൂസ് ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് ടവർ ആയിരുന്നു. പണി തുടങ്ങി 2-ാം കൊല്ലം പണം തീർന്ന് നിലച്ചു. കെട്ടിടത്തിലെ നിർമ്മാണ ചെലവ് വർദ്ധിച്ചതിനാലും റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ വിൽപ്പന മന്ദഗതിയിലായതിനാലും നഷ്ടമുണ്ടായത് ട്രംപിന്റെ നടുവൊടിച്ചു. പിന്നാലെ കമ്പനിയിലെ നിക്ഷേപകർ ട്രംപിന്റെ രക്തത്തിനായി മുറവിളി കൂട്ടി. ഇതിനിടെ 1988 ട്രംപ് ഈസ്റ്റേൺ എയർലൈൻസ് ഷട്ടിൽ എന്ന വിമാന കമ്പനിയെ വാങ്ങിയിരുന്നു. 22 ബാങ്കുകളുടെ ഒരു സിൻഡിക്കേറ്റിൽ നിന്ന് $380 മില്യൺ വായ്പയെടുത്താണ് ഈ വാങ്ങലിന് ധനസഹായം നൽകിയത്. അദ്ദേഹം ഈസ്റ്റേൺ എയർലൈൻസ് ഷട്ടിലിനെ ട്രംപ് ഷട്ടിൽ എന്ന് പുനർനാമകരണം ചെയ്യുകയും 1992 വരെ അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1991 ആയപ്പോഴേക്കും വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്താൻ തുടങ്ങി. ബാങ്കുകൾ കേസ് കൊടുത്തു. അവർ എയർലൈൻസ് ജപ്തി ചെയ്തു. 1996 മിസ് USA, മിസ് ടീൻ USA എന്നിവയിൽ ഉൾപ്പെടെയുള്ള മിസ് യൂണിവേഴ്സിറ്റി മത്സരങ്ങളുടെ അവകാശവും അദ്ദേഹം വാങ്ങി. ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് CBSുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം 2002 അദ്ദേഹം 2 മത്സരങ്ങളും NBCയിലേക്ക് കൊണ്ടുപോയി. 2007 മിസ് യൂണിവേഴ്സിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ അദ്ദേഹത്തിന് ഒരു നക്ഷത്രം ലഭിച്ചു. എന്നാൽ മെക്സിക്കൻ കുടിയേറ്റക്കാരെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അധിക്ഷേപങ്ങൾ മൂലം NBCയും യൂണിവിഷനും 2015 ജൂണിൽ മിസ് യൂണിവേഴ്സ് മത്സരങ്ങൾ ഉപേക്ഷിച്ചു. ഇക്കാലത്തിനിടെ ഇന്ത്യയിലും ട്രംപ് പ്രൊജക്ടുകൾ ലോഞ്ച് ചെയ്തു. അപ്പാർട്ട്മെന്റിന് 8 കോടി മുതൽ 26 കോടി രൂപ വരെ വിലയുള്ള മുംബൈയിലെ ട്രംപ് ടവർ, കൊൽക്കത്ത ട്രംപ് ടവർ, ഡൽഹിയിലെ ഇരട്ട ഗോപുരങ്ങളായ ട്രംപ് ടവേഴ്സ്, പൂനെയിലെ ഇരട്ട ഗോപുരങ്ങളായ ട്രംപ് ടവേഴ്സ് എന്നിവയെല്ലാം പൂർത്തീകരിച്ച് കൈമാറി. ട്രംപിന്റെ വെബ്സൈറ്റ് നൽകുന്ന ഡാറ്റ പ്രകാരം ഗുർഗാവ് സെക്ടറിലും ഹൈദരാബാദിലും നോയിഡയിലും പൂനെയിലും അദ്ദേഹത്തിന് കൊമേഴ്സ്യൽ പ്രൊജക്ടുകളും മാളുകളും ഹോട്ടലുകളും ഉയരുകയാണ്. ട്രംപ് ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്ന് അറിയുമോ? അത് ബിസിനസ് മോട്ടിവേഷൻ കോഴ്സ് വിൽപ്പനയായിരുന്നു. നമ്മുടെ പുതിയ കാലത്തുള്ള യൂട്യൂബ് മോട്ടിവേഷനുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ. അതിനായി 2005 ട്രംപ് ഒരു സ്ഥാപനം രൂപീകരിക്കുന്നു. പേര് ട്രംപ് യൂണിവേഴ്സിറ്റി. ലക്ഷ്യം റിയൽ എസ്റ്റേറ്റ് കോഴ്സുകൾ മാർക്കറ്റ് ചെയ്യുക. അതായത് നിങ്ങളെ ഒരു നല്ല റിയൽ എസ്റ്റേറ്റ് ഏജന്റും ബ്രോക്കറും ഡെവലപ്പറും ഒക്കെ ആകാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ കോഴ്സ്. $35,000 കോഴ്സ് ഫീസ്. ട്രംപ് നേരിട്ടെത്തിയാണ് ക്ലാസ് എടുക്കുക. ഐ ക്യാൻ ടേൺ എനിവൺ ഇൻടു എ സക്സസ്ഫുൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ഇൻക്ലൂഡിംഗ് യു എന്നായിരുന്നു ട്രംപ് യൂണിവേഴ്സിറ്റിയുടെ പരസ്യവാചകം. എന്നാൽ അധികം വൈകാതെ പിടി വീണു. ന്യൂയോർക്ക് സ്റ്റേറ്റ് അധികാരികൾ ട്രംപിന്റെ കറക്ക് കമ്പനി സർവകലാശാല എന്ന പേര് ഉപയോഗിക്കുന്നത് വിലക്കി. ഒരു അക്കാഡമിക് സ്ഥാപനമല്ലാത്തതിനാൽ അത് സംസ്ഥാന നിയമം ലംഘിക്കുന്നുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി. 2010 അതിന്റെ പേര് ട്രംപ് എന്റർപ്രണർ ഇനിഷ്യേറ്റീവ് എന്ന് മാറ്റി. കുറച്ചു കഴിഞ്ഞ് 2013 കമ്പനി തെറ്റായ പ്രസ്താവനകൾ നടത്തി ഉപഭോക്താക്കളെ വഞ്ചിച്ചുവെന്നാരോപിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റ് തന്നെ ട്രംപ് യൂണിവേഴ്സിറ്റിക്കെതിരെ $40 മില്യൺ സിവിൽ കേസ് ഫയൽ ചെയ്തു. കൂടാതെ ട്രംപിനും അദ്ദേഹത്തിന്റെ കമ്പനികൾക്കുമെതിരെ ഫെഡറൽ കോടതിയിൽ 2 ക്ലാസ് സ്യൂട്ടുകളും ഫയൽ ചെയ്യപ്പെട്ടു. മറ്റൊന്നുമല്ല, കാരണം അവിടെ $35,000 കൊടുത്ത് റിയൽ എസ്റ്റേറ്റ് കോഴ്സിന് ചേർന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ആ കോഴ്സിൽ നിന്നും ഒരു പ്രയോജനവും ലഭിച്ചില്ലെന്നും തങ്ങളെ നിയമാനുസൃതമല്ലാത്ത റിയൽ എസ്റ്റേറ്റ് വിൽക്കാനും വാങ്ങാനുമാണ് ട്രംപ് പഠിപ്പിച്ചതെന്നും പരാതിപ്പെട്ടതാണ് കാരണം. കോഴ്സ് വിൽക്കാൻ തന്റെ ജീവനക്കാർക്ക് ഹാർഡ് സെൽ സമീപനം ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയതായും രേഖകൾ വെളിപ്പെടുത്തി. ട്രംപ് യൂണിവേഴ്സിറ്റി അതിന്റെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയോ കള്ളം പറയുകയോ ചെയ്തുവെന്ന് മുൻ ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തി. എന്തായാലും കേസ് മുറക്കി നടന്നു. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ 3 കേസുകൾ തീർപ്പാക്കാൻ ആകെ $25 മില്യൺ നൽകാൻ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. എന്തായാലും കരിസ്മ വിറ്റ് ജീവിക്കൽ നല്ല പരിപാടിയാണെന്ന് ട്രംപിന് മനസ്സിലായി. പറ്റിപ്പിന്റെ 2ാം ഘട്ടം NBCയുടെ ദി അപ്രന്റീസ് വഴിയാണ് അദ്ദേഹം നടത്തിയത്. വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകരെ വിലയിരുത്തി അവരെ ഓരോരുത്തരെയായി പുറത്താക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ദി അപ്രന്റീസ്. നിലവിലെ ഷാർക്ക് ടാങ്കിന്റെ ആദ്യ മാതൃക. അതിൽ ജഡ്ജിയായി എത്തുന്ന കോടീശ്വരന്റെ വേഷമാണ് ട്രംപ് അവതരിപ്പിക്കുന്നത്. മാസ്റ്റർ ഷെഫിലും ഹെൽസ് കിച്ചണിലും ഗോർഡൻ റാംസെ വിധികർത്താവായി എത്തും പോലെ. ട്രംപിനെ ഇന്നത്തെ ട്രംപ് ആക്കിയത് ഈ ഫേക്ക് ഷോ ആണെന്ന് പറയാം. ട്രംപിന്റെ ഒറ്റയാൾ പ്രകടനമായിരുന്നു ദി അപ്രന്റീസിൽ. ട്രംപിന്റെ ജാട കണ്ട് വിശ്വസിച്ച് അമേരിക്കക്കാർ ഷോയുടെ അടിമകളായി. റേറ്റിംഗ് കുത്തനെ കൂടി. ദി അപ്രന്റീസിൽ നിന്നുള്ള ട്രംപിന്റെ അടിസ്ഥാന വരുമാനം ഏകദേശം $200 മില്യൺ ആയിരുന്നു. എന്നാൽ ലൈസൻസിങ്, എൻഡോഴ്സ്മെന്റ് ഡീലുകൾ എന്നിവയിലൂടെ അദ്ദേഹം അതിൽ കൂടുതൽ സമ്പാദിച്ചു. ഏകദേശം $230 മില്യൺ വരും ഇതെന്ന് കണക്കാക്കുന്നു. ലോകമെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് വികസനങ്ങളും
അസർബൈജാൻ, ബ്രസീൽ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ പദ്ധതികളും ഉൾപ്പെടെ ഈ ഷോയുടെ വിജയം കൊണ്ടുണ്ടായതാണ്. ഇതിനു പുറമെ ട്രംപ് അമേരിക്കയിൽ ഒരു കൾട്ട് ഫിഗറായി. ട്രംപിന്റെ PR വിഭാഗം അതിമാനുഷനായ ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭകനായാണ് ഡൊണാൾഡിനെ അവതരിപ്പിച്ചത്. ഡബിൾ സ്റ്റഫ് ഓറിയോസ്, ഡൊമിനോസ് പിസ്സ, ഓൾ ലോണ്ടറി ഡിറ്റർജന്റ്, മക്ഡൊണാൾഡ്സ് ബിഗ് ആൻഡ് ടേസ്റ്റി ബർഗർ തുടങ്ങിയവയുടെ ബ്രാൻഡ് അംബാസിഡറായി പരസ്യങ്ങളിൽ ട്രംപ് പ്രത്യക്ഷപ്പെട്ടു. ഗെറ്റ് റിച്ച് ക്വിക്ക് സെമിനാറുകൾ, സ്റ്റീക്കുകൾ, വോഡ്ക, കൊളോൺ എന്നിവ വിപണനം ചെയ്യുന്നതിനുള്ള കരാറുകളിലും ട്രംപ് ഒപ്പുവെച്ചു. താങ്ങാവുന്ന വിലയ്ക്ക് ട്രംപ് ജീവിതശൈലി അനുഭവിക്കാൻ താല്പര്യമുള്ള ഉപഭോക്താക്കളിലേക്ക് വാങ്ങാനായി കിടക്ക വിൽക്കുന്ന സെർട്ട മെത്ത കമ്പനി അദ്ദേഹത്തിന് $15.3 മില്യൺ നൽകി പരസ്യത്തിൽ ഉൾപ്പെടുത്തി. ട്രംപിനെ പോലെയാവുകയാണ് ജീവിത വിജയം എന്ന് അമേരിക്കക്കാർ വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ഏറ്റെടുത്ത വ്യവസായങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നഷ്ടം മാത്രം ബാലൻസ് ഷീറ്റിലുള്ള വെറുമൊരു ഫേക്ക് വ്യക്തിത്വമായിരുന്നു യഥാർത്ഥ ട്രംപ്. പ്രതിച്ഛായ നന്നാക്കാൻ ഇത് മാത്രമൊന്നുമല്ല ചെയ്തത്. ട്രംപ് തന്റെ പേരിൽ 19 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ മിക്കതും എഴുതിയത് ഗോസ്റ്റ് റൈറ്റേഴ്സ് ആണെന്നതാണ് യാഥാർത്ഥ്യം. 1987 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ദി ആർട്ട് ഓഫ് ദി ഡീൽ ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. കൂടാതെ ട്രംപിനെ വിജയിച്ച സംരംഭകന്റെ മാതൃകാ ജീവിതം എന്ന നിലയിൽ പ്രശസ്തനാക്കിയതിന് ദി ന്യൂയോർക്കർ വരെ അദ്ദേഹത്തിന് പ്രശംസിച്ചു. യഥാർത്ഥത്തിൽ സഹരചയിതാവായി അറിയപ്പെടുന്ന ടോണി ഷ്വാർട്സ് ആണ് ഈ പുസ്തകം എഴുതിയത്. 1985 മുതൽ 2001 വരെ നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും ട്രംപ് അതിഥിവേഷങ്ങളിൽ അഭിനയിച്ചു. 1990കളിൽ തുടങ്ങി ദേശീയ തലത്തിൽ സിൻഡിക്കേറ്റഡ് ആയ ഹോവാർഡ് സ്റ്റേൺ ഷോയിൽ ട്രംപ് 24 തവണ അതിഥിയായി പങ്കെടുത്തു. 2004 മുതൽ 2008 വരെ ട്രംപ്ഡ് എന്ന പേരിൽ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഷോർട്ട് ഫോം ടോക്ക് റേഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1977 ട്രംപ് ചെക്ക് മോഡലായ ഇവാന സെൽനിച്ച്കോവയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 മക്കൾ. 1977 ഡൊണാൾഡ് ജൂനിയർ, 1981 ഇവാങ്ക, 1984 എറിക് എന്നിവർ. മോഡലും നടിയുമായ മാർല മാപ്പിൾസുമായുള്ള ബന്ധത്തെ തുടർന്ന് 1990 ദമ്പതികൾ വിവാഹമോചനം നേടി. 1993 ട്രംപും മാപ്പിൾസും വിവാഹിതരായി. 1999 വിവാഹമോചനം നേടി. ഇവർക്ക് 1993 ടിഫാനി എന്ന മകൾ ജനിച്ചു. 2005 ട്രംപ് സ്ലോവേനിയൻ മോഡലായ മെലാനിയ ഗ്നാസിനെ വിവാഹം കഴിച്ചു. അവർക്ക് 2006 ബാരൻ എന്നൊരു മകൻ ജനിച്ചു. ഇതിനിടെ നിരവധി പരസ്യ ബന്ധങ്ങളിലേക്കും ട്രംപ് വഴുതി വീഴുന്നുണ്ട്. 1995 മോഡൽ കൈലി ബാക്സുമായി 2 വർഷം നീണ്ട പ്രണയബന്ധം. 1991 അലിസൺ ജിയാനിയുമായി 1 വർഷം ഡേറ്റിംഗ്. 1997 കാരായങ്ങുമായി 3 വർഷം നീണ്ട പ്രണയം. 1990 റവാൻ ബ്രൂവെല്ലൈനുമായി 1 വർഷത്തെ ഹ്രസ്വബന്ധം. അങ്ങനെ പിന്നെ നീലച്ചിത്ര നായിക സ്റ്റോമി ഡാനിയൽസ് പോലുള്ള ചില ബന്ധങ്ങളും. 1990 മുതൽ 2001 വരെ 1000-ഓളം ലൈംഗിക തൊഴിലാളികളുമായി ട്രംപ് ശയിച്ചിട്ടുണ്ടെന്ന് ഇനിയും വെളിപ്പെടാത്ത ആരോപണങ്ങളുണ്ട്. To change hearts, transform lives, and shape your country's destinies. With this power comes an obligation, however, a duty of loyalty to the people, workers, and customers who have made you who you are. So together, let us resolve to use our power, our resources, and our voices. ട്രംപിന്റെ രാഷ്ട്രീയം നമുക്ക് ഒരേ സമയം അത്ഭുതവും കൗതുകവും ഉണ്ടാക്കുന്ന ഒന്നാണ്. 1987 ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറായി രജിസ്റ്റർ ചെയ്തിരുന്നു ട്രംപ്. 1990 റിഫോം പാർട്ടിയുടെ ന്യൂയോർക്ക് സംസ്ഥാന അഫിലിയേറ്റായ ഇൻഡിപെൻഡൻസ് പാർട്ടിയിൽ അംഗമായി. 2001 ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗത്വം നേടി. 2009 വീണ്ടും റിപ്പബ്ലിക്കനായി. 2011 വീണ്ടും അഫിലിയേറ്റായി. അവസാനം 2012 റിപ്പബ്ലിക്കൻ അംഗത്വം സ്വീകരിച്ചു. അതിനുശേഷം മാറിയിട്ടില്ല. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1990 വരെ BJP ആയിരുന്നു. പിന്നീട് NCP ആയി. വീണ്ടും കോൺഗ്രസിലേക്ക് പോയി. BJPയിലേക്ക് തിരിച്ചു വന്ന് പിന്നീട് ശിവസേനയായി. പിന്നീട് സമാജ്വാദി പാർട്ടി അംഗമായ ശേഷം BJPയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുപോലെ ഒരു കൗതുകം. 1987കളിലാണ് ട്രംപ് രാഷ്ട്രീയം ഗൗരവമായി എടുക്കുന്നത്. ആ വർഷം 3 പ്രധാന പത്രങ്ങളിൽ ട്രംപ് മുഴുവൻ പേജ് പരസ്യങ്ങൾ നൽകി. മറ്റൊന്നുമല്ല, തന്റെ വിദേശ നയത്തെക്കുറിച്ചും ഫെഡറൽ ബജറ്റ് കമ്മി എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചുമുള്ള തന്റെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനായിരുന്നു അത്. അത് കഴിഞ്ഞ് സംഭവിച്ചത് തമാശയാണ്. 1988 റിപ്പബ്ലിക്കൻ നോമിനി ജോർജ് W. ബുഷ് സീനിയറിനോട് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി റണ്ണിംഗ് മേറ്റ് ആകാൻ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ലീ അറ്റ്വാട്ടിനെ സമീപിച്ചു. ബുഷിന് ഈ അഭ്യർത്ഥന വിചിത്രവും അവിശ്വസനീയവുമായി തോന്നി. കണക്കറ്റ് പരിഹസിച്ചാണ് അന്ന് ട്രംപിനെ ബുഷ് മടക്കി അയക്കുന്നത്. 2000 റിഫോം പാർട്ടിയുടെ പ്രസിഡന്റ് പ്രൈമറികളിൽ ട്രംപ് 3 മാസത്തേക്ക് സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ 2000 ഫെബ്രുവരിയിൽ മത്സരത്തിൽ നിന്ന് പിന്മാറി. 2012 തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്കെതിരെ മത്സരിക്കുന്നതിനെക്കുറിച്ച് 2011 തന്നെ ട്രംപിന്റെ PR കമ്പനി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചു. ആ വർഷം ഫെബ്രുവരിയിൽ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ ആദ്യമായി പ്രസംഗിക്കുകയും ആദ്യകാല പ്രൈമറി സംസ്ഥാനങ്ങളിൽ മത്സര സൂചന നൽകി നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. എന്നാൽ 2011 മെയ് മാസത്തിൽ താൻ മത്സരിക്കുന്നില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ 45ാമത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി താൻ മത്സരിക്കുമെന്ന് ട്രംപ് 2015 ജൂണിൽ പ്രഖ്യാപിച്ചു. പ്രൈമറികളിൽ 2016 മാർച്ചിൽ അദ്ദേഹം മുൻനിരയിലെത്തി. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 21 പ്രമുഖരാണ് ട്രംപിനൊപ്പം സ്ഥാനാർത്ഥിത്വത്തിനായി പ്രൈമറികളിൽ മത്സരിച്ചത്. ടെഡ് ക്രൂസ്, ജോൺ കാസിച്ച്, മാർക്ക് റൂബിയോ, ബെൻ കഴ്സൺ, ജെബ് ബുഷ്, കാർലി ഫ്ലോറിന തുടങ്ങിയ പ്രമുഖർ. എന്തായാലും അവസാനം വരെ ട്രംപിന്
ട്രംപിനോട് കട്ടക്കി പിടിച്ചു നിന്നത് ടെഡ് ക്രൂസ് ആയിരുന്നു. എല്ലാവരെയും നിസാര മാർജിനിലെങ്കിലും കടത്തിവെട്ടി 2016 മെയ് മാസത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപ് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ഈ കഥ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 2016 മുതൽ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തുവെന്നും 2025 എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വിസ്താര ഭയത്തിൽ നീട്ടുന്നില്ല. നന്ദി.